എത്ര കാലമായി കണ്ടിട്ട്? 12 വർഷം അല്ലേ? വീണ്ടും ജയ്ഹിന്ദിന്റെ മുറ്റത്ത്. അതെ, മാറ്റമുണ്ട് ഓഫീസിന്. മാറ്റമുണ്ട്. അതെ അതെ, നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന ഓഫീസല്ല, വേറെ ഓഫീസിലേക്ക് പിന്നെ മാറി. അങ്ങനെ വീണ്ടും നമ്മള് ഒരുമിച്ച് വരികയാണ് ജയ്ഹിന്ദിലേക്ക്. യെസ്, വെൽക്കം. അതെ, നമുക്ക് എന്തെങ്കിലും അകത്തേക്ക് പോകണോ ഇതൊന്ന് സ്വീകരിക്കാൻ വേണ്ടി? അതാ നോക്കിയത്, വലിയ ആഘോഷമാണല്ലോ. നമ്മുടെ ഓണം ഇപ്രാവശ്യം ജയ്ഹിന്ദിന്റെ ഓണം ജയ്ഹിന്ദിന്റെ കുടുംബാംഗമായ എന്നോടൊപ്പം അല്ല, ഞാൻ ജയ്ഹിന്ദിന്റെ ഒപ്പം. അതെ, നമുക്ക് അകത്തേക്ക് പോവാം. ഇതിപ്പോ നമുക്ക് പഴയതുപോലെ അല്ല, പഴയത് നമുക്ക് നേരെ കയറി ചെല്ലായിരുന്നു. ഇപ്പോ പുതിയ വലിയ സെറ്റപ്പൊക്കെ ആയി, വലിയ സെറ്റപ്പൊക്കെ ആയി. നമ്മളിതേ പുതിയ ബിൽഡിങ്ങിലേക്ക് മാറി. അപ്പം ശരിക്കും ലിജോന് നെക്സ്റ്റ് വരിക അവിടെ ആയിരിക്കും. ഇല്ല, കൊള്ളാം. 2017 തോന്നുന്നു ഞങ്ങള് ഇങ്ങോട്ട് മാറിയത്. ഞാൻ 14 പോയി. ശരിയാണ്, 2 വർഷം. പക്ഷെ ആ 2 വർഷം എന്ന് പറഞ്ഞാൽ അല്ലേ, ഭയങ്കര ഒരു വലിയ കാലയളവായിരുന്നു. അടിപൊളിയായിരുന്നു. എന്നാലും പി ജി ചെയ്യാന്നുള്ളവര് പോയി. അതെ, നമ്മള് ഇരുന്ന് ആലോചിച്ച് ഞാൻ മാത്രം പോയി പഠിക്കാൻ. മേലോട്ടാ? മേലോട്ട്. നമ്മളെ മൂന്നാമത്തെ ഫ്ലോറിലാണ് നമ്മുടെ ന്യൂസ്. ഓക്കെ. രണ്ടാമത്തേതിൽ HR അങ്ങനെയുള്ള കാര്യങ്ങൾ. എനിക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? മേലെ സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. ഓക്കെ ഓക്കെ, വരൂ, നമുക്ക് പോവാം. ഡെസ്കിലേക്കാണ്. പേടിയാവും. വീണ്ടും കുറേ വർഷങ്ങൾക്ക് ശേഷം ഒക്കെ പറഞ്ഞതുപോലെ വീണ്ടും വരികയാണ് ലിജോ. പുതിയ ആൾക്കാരുണ്ട്. ഇവരൊക്കെ തിരക്കിലാണ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ സമയമൊക്കെ ആവുകയാണ്. ഓക്കെ, ഭയങ്കര തിരക്കിലാണ്. ഞാനിപ്പോൾ നേരത്തെ ഒരാൾ പറഞ്ഞില്ലേ, ലിജോ അന്ന് ഇവിടെ വരുമ്പോൾ ഒരു കുഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതുപോലെ നമ്മുടെ ന്യൂസ് ഡെസ്കിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാൾ കൂടെ ഉണ്ട്. ഞാൻ അയാളെ പരിചയപ്പെടുത്തി തരാം. ഗ്രീഷ്മ. ഹലോ. ലിജോ. ഗ്രീഷ്മ. ഓക്കെ, ഇനി നിങ്ങൾ അകത്ത് പണിയുണ്ടല്ലേ? പോയിട്ട് പിന്നെ കാണാം. അപ്പോൾ എങ്ങനെയാ? അപ്പോൾ വെൽക്കം ബാക്ക് അല്ലേ? ഒരു നല്ല പരിചയമുള്ളൊരു സ്ഥലമാണ്. ഞാൻ ഇവിടെ ആയിരുന്നില്ല, നമ്മുടെ മറ്റേ കരിമ്പനാട് ആർക്കേഡായിരുന്നു. അതുകൊണ്ട് ഒരു പുതിയ ഓഫീസിലേക്ക് വരുന്ന പോലെയൊക്കെ ഉണ്ട് ഒരു തോന്നുന്നുണ്ടല്ലേ? അപ്പോൾ എങ്ങനെയായിരുന്നു ഫസ്റ്റ് വന്നൊരു എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു? ഇവിടെ പ്രൊഡ്യൂസർ ആയിരുന്നു. പ്രൊഡ്യൂസറിന് ഭയങ്കര ടെൻഷനുള്ളൊരു പ്രൊഡ്യൂസർ ആയിരുന്നു കേട്ടിട്ട്. എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് എപ്പോഴും ടെൻഷനുള്ളതാണ്. അങ്ങനെ ഇന്ന കാര്യമൊന്നുമില്ല. അങ്ങനെയല്ല, നമ്മൾ ചെയ്യുന്ന കാര്യം ആരും മോശം പറയരുത് എന്നുള്ളത് എല്ലാവർക്കും ഉള്ളത്. അപ്പം അതിനു വേണ്ടി നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. അപ്പം അതിൻ്റെ എല്ലാ ടെൻഷനും ഉണ്ടാവും. പിന്നെ നമ്മൾ ഭയങ്കര ചെറിയ പ്രായത്തിൽ കയറുന്നത്. ഇപ്പം എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോൾ 20. ഭയങ്കര അറിയാമല്ലോ, ആ ഒരു പ്രായത്തിൽ കയറുമ്പോൾ നമ്മൾ ഇല്ല ആളുകളുടെ മുന്നിൽ പ്രൂവ് ചെയ്യണം, നമ്മൾ നല്ലത് പറയിക്കണം എന്നുള്ളൊരു സാധനം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഓടി നടന്ന് പണിയെടുക്കും. അല്ല, ഇവിടെയുള്ള സീനിയേഴ്സിൻ്റെ അറിഞ്ഞിട്ടുണ്ട്. അതായത് ന്യൂസ് വായിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ നടന്നില്ല, പറ്റില്ലായിരുന്നു. ഞാൻ ഭയങ്കര ഷൈ ആയിരുന്നു. അതെന്താ വെച്ചേ? എനിക്ക് ന്യൂസ് റീഡ് ചെയ്യാൻ വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ എനിക്ക് കോൺഫിഡൻസ് തീരെ ഉണ്ടായിരുന്നില്ല. എഴുതാം, എന്തെങ്കിലും ഇപ്പോൾ സ്ക്രിപ്റ്റ് എഴുതില്ല, നമ്മളിപ്പം കുട്ടികളുടെ വാർത്തയ്ക്കായിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നറിയാം. പക്ഷെ അതിനപ്പുറത്തേക്ക് എനിക്ക് ന്യൂസ് റീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നിട്ടില്ല. അതുകൊണ്ട് ആ പണിക്ക് വന്നിട്ടില്ല. പക്ഷെ ആ ന്യൂസ് റീഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരാളാണ് ഇന്നൊരു ആക്ട്രസ് ആയിട്ട് വന്നത്. അതെങ്ങനെയാ പറ്റിയത്? ഞങ്ങൾക്ക് പറ്റില്ല. പക്ഷെ ഓൺ സ്ക്രീൻ ഒരു 100-400 പേരുടെ ഫ്രണ്ടിൽ നിന്ന് വളരെ ലൈവായിട്ട് അഭിനയം വളരെ ഈസി ആയിട്ട് വരുന്നുണ്ട്. അത് ആ സമയത്ത് ഞാൻ വേറൊന്നും ശ്രദ്ധിക്കില്ല. ആ ഒരു മൊമെന്റിൽ ആ ഒരു ക്യാരക്ടറായിട്ട് നിൽക്കാൻ പറ്റാറുണ്ട്. പക്ഷെ എനിക്ക് അറിയില്ല, ചിലപ്പോൾ അത്രയും ആ ഒരു ചെറിയ പ്രായത്തിൽ ഉണ്ടായിരുന്ന ഒരു പേടിയുടെ ആയിരിക്കാം ഒരു നിമിഷം. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു 2-3 വർഷം കൂടെ ഒക്കെ നിന്നിരുന്നെങ്കിൽ, ഇവിടെ ജയ്ഹിന്ദിൽ നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ന്യൂസ് റീഡർ ആയേനെ. അതിനുള്ളൊരു ടൈം കിട്ടിയില്ല. അപ്പം എങ്ങനെയായിരുന്നു ഈ മൊത്തത്തിൽ വന്ന സമയത്തും ഈ പ്രൊഡക്ഷനൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു? അത് മാത്രമല്ല അന്നത്തെ ഡെസ്റ്റീഫുമാർ എങ്ങനെ ഉണ്ടായിരുന്നു? അവിടുത്തെ സീനിയേഴ്സ്, ആ സമയത്ത് സീനിയേഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിരുന്നു? അല്ലല്ല, എല്ലാവരുമായിട്ടും വളരെ കംഫർട്ടബിൾ ആയിരുന്നു. നല്ലൊരു ഒരു ഫ്രണ്ട്ഷിപ്പ്, നല്ലൊരു സൗഹൃദാന്തരീക്ഷമായിരുന്നു മൊത്തത്തിൽ. ഇപ്പം ഇന്ദുമാ സാറിനെ മാത്രമാണ് ഒരു കുറച്ച് ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു. കാരണം നന്നായിട്ട് ചീത്ത പറയും. പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞില്ലേ, ന്യൂസൊക്കെ എന്തെങ്കിലും ആ ഒരു സമയത്ത് ഒരു 30 minutes ബുള്ളറ്റിൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ വന്നാൽ അതിന് ചീത്ത കേൾക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്ദുമാ സാറിനെ പേടിയായിരുന്നു. ബാക്കി ബാലേട്ടൻ
വളരെ സ്വീറ്റ് ആണ്. ഇന്നും ബാലേട്ടൻ സ്വീറ്റ് ആണ്. ബാക്കി എനിക്ക് ഒന്ന് എല്ലാവരും സിമി ചേച്ചി, രാജ്മോഹൻ ചേട്ടൻ, ലിബീഷ് ചേട്ടൻ, അഭിജിത്ത് ചേട്ടൻ, എല്ലാവരുമായിട്ടും അവരെല്ലാവരും നമ്മളെ കംഫർട്ടബിൾ ആക്കാനാണ് നോക്കിയിട്ടുള്ളത്. കാരണം നമ്മളൊക്കെ ചെറിയ ആളുകളാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ നമ്മൾ നന്നായി പണിയെടുക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതെ, ഈ പറഞ്ഞ പോലെ ഇന്ദുമോ സാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ 1 മണിയുടെ മീറ്റിംഗ് ഭയങ്കര, ഇവിടെ ഞാൻ കേട്ടതാണ് 1 മണിയുടെ സാറിന്റെ മീറ്റിംഗ് ഭയങ്കര ക്ലിയർ ആയിരുന്നു, ഒട്ടും പറ്റുമായിരുന്നു. അതെങ്ങനെ ഉണ്ടായിരുന്നു? എന്നുവെച്ചാൽ നമ്മള് ആ ഒരു അന്നത്തെ ദിവസം തുടങ്ങാൻ പോകുന്നവർക്ക് വലിയ കുഴപ്പമില്ല. ഈവനിങ് ഷിഫ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, കാരണം അവർക്ക് തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പൊ ചീത്തയൊക്കെ ഉണ്ടാവില്ല. നമ്മൾ അത്രയും നേരം നിന്നവർക്ക് എന്തെങ്കിലും നമ്മൾ അന്ന് എന്തെങ്കിലും തെറ്റോ, ഇപ്പൊ സ്ക്രോളിൽ പോലും എന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിനൊക്കെ ചീത്ത കേൾക്കുമല്ലോ. അപ്പൊ ഇന്ന് എന്തിനായിരിക്കും ചീത്ത കേൾക്കാൻ പോകുക? ചിലപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, ഓക്കെ ഇന്ന് ഇതിന് ഞാൻ ചീത്ത കേൾക്കുകയും. അപ്പൊ പ്രിപ്പയർഡ് ആയിട്ടിരിക്കും, എങ്ങനെയെങ്കിലും മീറ്റിംഗ് ഒന്ന് കഴിയണേ, അതുവരെ പേര് വിളിക്കല്ലേ എന്ന് വിചാരിച്ച്. പക്ഷെ അന്ന് പേടിയോടുകൂടി നിന്ന സ്ഥലത്ത് ഇപ്പൊ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇന്ന് ഇവിടെ ഒരു ഗസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വലിയൊരു ചേഞ്ച് ആണ് അത്. അതെങ്ങനെ തോന്നുന്നത്? ഈ പറയുന്ന ആ ഒരു പേടി, ഈ പറയുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഉള്ള തെറ്റ് അതിനെന്തെങ്കിലും പറയാനുള്ള പേടിയുള്ള, അതല്ലെങ്കിൽ ഇവിടെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു മൊത്തത്തിൽ വർക്ക് ചെയ്യാൻ. ഏറ്റവും ചെറിയ ആൾക്കാരായതുകൊണ്ട് അതിൻ്റെ ഒരു പരിഗണന നമുക്കെപ്പോഴും കിട്ടുമല്ലോ. അതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗസ്റ്റായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി മാറ്റങ്ങളുണ്ട്. എനിക്ക് അറിയാത്ത ഒത്തിരി പേര്, ഗ്രീഷ്മ അടക്കം ഒരുപാട് പേര് പുതിയ ആൾക്കാരുണ്ട്. ഒരുപാട് മാറിയിട്ടുണ്ട്. ഓഫീസ് ആയിക്കോട്ടെ, നിങ്ങളുടെ വർക്കിംഗ് ഒരു എൻവയോൺമെൻറ്റ് ആയിക്കോട്ടെ, വർക്കിംഗ് സ്റ്റൈല്, അപ്പം അതെല്ലാം ഈ പറഞ്ഞ പോലെ നമുക്ക് ഇവരെയൊക്കെ ഒന്ന് കാണാം. ഇപ്പൊ പുതിയ ആൾക്കാരല്ലേ, നമുക്ക് എല്ലാവരെയും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഇത് നമ്മുടെ പ്ലേ ഔട്ട് അറിയാം വരും. യെസ്. ഇതിപ്പോൾ നമ്മൾ ഇവിടെ ഞങ്ങളുടെ ഡെസ്കിന്റെ ടീമാണ് ഇരിക്കുന്നത്. ഇവരെല്ലാവരും പുതിയ ആൾക്കാരാണ്, എന്നെപ്പോലെ തന്നെ പുതിയ ആൾക്കാരാണ്. ആതിര, സൂര്യ, അവിടെ കെസിയ, ആൻഡ് അങ്ങേ അറ്റത്തിരിക്കുന്ന ആള് ഞങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഞങ്ങളുടെ ഡെസ്റ്റീഫാണ്, സുഫിയ. അപ്പം ഞങ്ങൾക്ക് ഡെസ്റ്റീഫിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്കൊരു ഫ്രണ്ട്ലി ആ ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഞങ്ങളുടെ ഡെസ്റ്റീഫ്. ആൻഡ് വളരെ സീരിയസ് ആയിട്ടിരിക്കുകയാണ് ദൃശ്യ. നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് എത്ര നാളായി? 8 months. ഓൾ ദി ബെസ്റ്റ്. അവിടെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട്. എത്ര പിന്നെ നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം. ഇത് ഞങ്ങളുടെ പ്ലേ ഔട്ട് പറഞ്ഞത് ആണ്. ഇവിടുന്ന് ഓഡിയോ ഞങ്ങളുടെ ചീഫാണ് ഇരിക്കുന്നത്. വിഷ്ണു, പാർവതി, ആദി, ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഡെസ്ക് ആണെങ്കിൽ ഭയങ്കര തിരക്കാണ്, കാരണം ഇപ്പം ബുള്ളറ്റിൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. ഞങ്ങളുടെ ബിൻചേട്ടൻ അറിയാം, രഹല, പിന്നെ അങ്ങേറ്റം റിജോയ്. ഇനി സരിത ചേച്ചിയുടെ ലാസ്റ്റ് എത്തിയതെന്ന് വെച്ചാൽ, സരിത ചേച്ചി ഒരു ഓൾ ഇന്ത്യ റേഡിയോയിലൊക്കെ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. അത് മാത്രമല്ല ഒരു സിംഗറും കൂടെയാണ്. അപ്പൊ ചേച്ചിയുടെ ഒരു പാട്ടുണ്ടാവില്ലേ? ഒരു പാട്ടാ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗവും അതുപോലെ സെലിബ്രിറ്റി ഗസ്റ്റുമായിട്ടുള്ള ലിജോ മോക്ക് വേണ്ടിയിട്ട് ഓണപ്പാട്ട് അല്ലേ? ഓണത്തിൻ്റെ ഒരു സമയമായതുകൊണ്ട് ഓണപ്പാട്ട് തന്നെയാവാം. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. ഒച്ചയുണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് ചെറിയ അടിപൊളിയായിരുന്നു. താങ്ക് യു ചേച്ചി. എന്തായാലും ഇതിന്റെ മനോഹരമായ ഒരു ഗാനം. അതുപോലെ ഇനി ആട് സൈഡിലാണെങ്കിൽ അനുസ്മയ, ഹലോ. അനുസ്മയ, അഞ്ജന, ഇത് ഞങ്ങളുടെ മീര ചേച്ചി. ഹലോ. ചേച്ചി ഒരു കല്യാണ പെണ്ണിന്റെ ഒരു ഭംഗിയുണ്ട്. ഓണം ആയതുകൊണ്ട് കംപ്ലീറ്റ് അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ജയ്ഹിന്ദിന്റെ ടീം. പഴയ ടീമിൽ നിന്ന് ഒരു വലിയൊരു വ്യത്യാസമില്ലേ? ഒരുപാട് പുതിയ ആൾക്കാരില്ലേ? തീർച്ചയായിട്ടും. ഇത് ബിനിച്ചേട്ടനെ അറിയാം, പിന്നെ PCR ഇരിക്കുന്ന 1-2 പേര്, നബിച്ചേട്ടൻ. അങ്ങനെ എനിക്ക് തോന്നുന്നു ടെക്നിക്കൽ ടീമിലുള്ളവരാണ് കുറച്ചുപേരും കൂടി അല്ലേ കൂടുതലുള്ളത്.
അപ്പം ഇതുകൊണ്ടൊന്നും ഞങ്ങളുടെ സർപ്രൈസ് തീരുന്നില്ല. ഇനി ഒരുപാട് സർപ്രൈസുമായിട്ട് ഒരു 3-4 പേര് അതിൻ്റെ ഉള്ളിൽ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഒരു പരിചയമുള്ളൊരു ഫ്ലോറാണ്. നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അവരെന്താണ് ആ സർപ്രൈസ് എന്നത്, എന്തായാലും ഞാനത് സസ്പെൻസ് പൊട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നമുക്ക് നേരിട്ട് പോയി എന്താണെന്ന് അറിയാം അല്ലേ. അതെന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഞങ്ങളിപ്പോൾ താഴേന്ന് വന്ന് പറഞ്ഞു സംസാരിച്ചൊക്കെ വരികയായിരുന്നു. 12 വർഷത്തിന് ശേഷം അല്ലേ? 12 വർഷത്തിന് ശേഷം വീണ്ടും ജയ്ഹിന്ദിലേക്ക് കുഞ്ഞുമോളാണ്. അതെ, കൊച്ചുമോള്. ഞങ്ങള് കൊച്ചുമോളായിരുന്നു. കുഞ്ഞുമോൾ കൊച്ചുമോൾ രണ്ടും ഉണ്ട്. അങ്ങനെ ഇരട്ടപ്പേരൊന്നും ആർക്കും അങ്ങനെ എല്ലാവർക്കും അറിയില്ലെന്ന് തോന്നുന്നു. ഇരട്ടപ്പേര് അല്ല. അതെ, ലിജോ മോളായിരുന്നു അന്ന് ആ സമയത്ത് ഏറ്റവും കുഞ്ഞുകുട്ടിയായിരുന്നു. കാണുമ്പോഴും കുഞ്ഞായിരുന്നു. പ്രായത്തിലും എനിക്ക് തോന്നുന്നു ഞാനും കാവ്യയും. പക്ഷെ ഏറ്റവും ചെറുത് 2012 ഡിഗ്രി കഴിഞ്ഞ ഉടനെ 2014 വരെ 2 വർഷം. അന്ന് എനിക്ക് തോന്നുന്നു ഞാനും അശ്വിനിയും മാത്രമേ ഈ കൂടെ. അതെ, നിങ്ങളെ രണ്ടുപേരും എനിക്ക് ഒരു പരിചയമില്ല. ഞങ്ങള് രണ്ടുപേരും ആണ് അന്ന് ലിജോ മോൾ 2 വർഷത്തോളം അല്ലേ, 2 വർഷത്തോളം ലിജോ മോൾ ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഡെസ്കിലൊക്കെ വരുമ്പോ ലിജോ മോള് മീറ്റിംഗ് ഒക്കെ വരുമ്പോ ലിജോ മോൾക്ക് ഭയങ്കര 1 മണിക്ക് നടക്കുന്ന ശേഷം നടക്കുന്ന 1:30 മണിക്ക് ന്യൂസ് ന്യൂസ് ലിജോയുടെ മിക്ക ഇന്റർവ്യൂലും പറയുമ്പോ എനിക്ക് ഭയങ്കര നെർവസ് ആണ് അതാണ് കൊണ്ട് പറയുന്നത്. ആ രീതിയിൽ തന്നെ ആയിരുന്നു അന്ന്. അതെ, ഞാൻ ന്യൂസ് റീഡ് ചെയ്തിട്ടില്ലല്ലോ. ചെയ്തു. ഒരു 3 minutes ന്യൂസ് ഓർമ്മയില്ലേ? അയ്യോ, പറഞ്ഞു വിട്ടപ്പോ പേടിച്ചു. എനിക്ക് ഓർമ്മയില്ല. അതെനിക്ക് ഓർക്കാൻ ആഗ്രഹമില്ല. അങ്ങനെ ഇരുന്ന ആളാണ് ഇപ്പോ ഇന്ത്യ ഉറ്റു നോക്കുന്ന അല്ലെ വലിയ നടിയായിട്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഇന്ത്യ മാത്രമല്ല ലോകം ഉറ്റു നോക്കും. മതി. ഇത് മേഘ മാത്യു, ഇത് സിജു വി മധു, നമ്മുടെ ഇപ്പത്തെ പുതിയ എന്താ പറയാ ഡെസ്കിനെ നയിക്കുന്നത് ഇവരൊക്കെയാണ്. എനിക്ക് ഇവരെ ആരും അറിയത്തില്ല. ലിബീഷേട്ടൻ ആയിരുന്നു എനിക്ക് മിക്കപ്പോഴും. ഇപ്പോ ജയ്ഹിന്ദൊക്കെ കാണാറുണ്ടോ അതോ സമയം കിട്ടാറില്ലായിരിക്കും അല്ലേ? TV അങ്ങനെ കാണല് കുറവാണ്. അന്നത്തെ ഒരു എക്സ്പീരിയൻസ് ഇപ്പം ഈ ഓണമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാൻ 2 കൊല്ലത്തെ ജയ്ഹിന്ദില് 2 ഓണം ആഘോഷിച്ചാണോ? 2 ഓണം ആഘോഷിച്ചിട്ടുണ്ട്. അന്നെന്തോ നമുക്ക് എന്നും എല്ലാ ദിവസവും ഒരുപോലെയാണ്. അറിയാമല്ലോ. അന്ന് മാത്രം എനിക്ക് ഒന്ന് സെറ്റ് സാരിയൊക്കെ എടുത്ത് വരും. പിന്നെ നമുക്ക് സദ്യ ഉണ്ടാവും. നമ്മളന്ന് ഈസ്റ്റ് ഫോർട്ട് കരിമ്പനാൽ ആർക്കേഡിലായിരുന്നു. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ഒരു ഹോട്ടലുണ്ട്, പേര് ഞാൻ അവിടെയാണ് നമുക്ക് എല്ലാവർക്കും ഊണുണ്ടാവുക. അപ്പൊ പോയി സദ്യ കഴിക്കും, വീണ്ടും ബാക്ക് ടു വർക്ക്. പൂക്കളമിടും, അങ്ങനെയൊക്കെ ഉള്ള കുറെ രസകരമായ പരിപാടികൾ ഓഫീസിലും അതൊക്കെ തന്നെയായിരുന്നു. ട്രഡീഷണൽ രീതിയാണ്. അതിനു മുമ്പ് പുറകോട്ട് പോവാണെങ്കിൽ ഓണത്തിനെ കുറിച്ച് പറയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പൊ വീട്ടിലായിരിക്കും എപ്പോഴും ഓണം. ഇപ്പോഴും അതെ, മാക്സിമം വീട്ടിൽ തന്നെയാണ് ഓണം ആഘോഷിക്കാൻ നോക്കാറ്. അന്നും അതെ, പൂക്കളം ഇടുന്നു, അമ്മ സദ്യ ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. അതെനിക്ക് തോന്നുന്നു ലിജോ 2 വർഷത്തോളം വർക്ക് ചെയ്തു. പിന്നെ 2 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ജയ്ഹിന്ദ് ഇന്ന് പോകുന്നത്. ഇതുമായിട്ട് തന്നെ അല്ലല്ല, ഞാൻ PG ചെയ്യാനായിട്ട് പോയതാണ്. നമ്മൾ രണ്ടും കൂടി പോണ്ടിച്ചേരി പോവാം, ഞാൻ MCJ എടുക്കാൻ പോവാം, ലിജോ ലൈബ്രറി സയൻസ്, ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു. അപ്പൊ ലിജോ പോയി, ഞാനോട് സിനിമയിൽ ലിജോ ഇപ്പോഴും വളരെ തിളങ്ങി നിൽക്കും. രണ്ടും ഫ്രെയിമിൽ തിളങ്ങിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലൈബ്രറിയിലേക്ക് പോകുന്ന ഒരു കാര്യം അങ്ങനെ അല്ലല്ല എടുത്തത് അല്ല. ഞാൻ മീഡിയ ഗവേണൻസിന് ഞാൻ ജാമ്യയിലും എഴുതിയിട്ടുണ്ടായിരുന്നു, അതും കിട്ടി. പക്ഷേ ഞാൻ പോണ്ടിച്ചേരിയിൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിനും എഴുതി. അപ്പം വീട്ടിൽ നിന്ന് ഡൽഹിക്ക് വിടുന്നില്ല, ദൂരം കൂടുതലാണല്ലോ. അപ്പം ഞാൻ ഓക്കെ ഫൈൻ, അങ്ങനെയാണെങ്കിൽ പോണ്ടിച്ചേരിക്ക് പോവാം. ഞാൻ ലിജോയെ പറ്റി അന്വേഷിച്ചപ്പോഴേ കുറച്ച് പഠിച്ചൊക്കെ പഠനമൊക്കെ നടത്തി. ഉറങ്ങിയിട്ടില്ല. അപ്പൊ ഗംഭീര പ്രൊഡ്യൂസർ ആയിരുന്നത് കുട്ടികളുടെ വാർത്ത, ന്യൂസും. അതെ, അതാണ് ഏറ്റവും വലുതല്ലേ. നമ്മൾ റീഡ് ചെയ്യുമ്പോൾ
കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ഉണ്ടാവുക എന്നുള്ളതാണ്. എങ്ങനെയായിരുന്നു ആ സമയത്ത് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്? എങ്ങനെയായിരുന്നു റൺ ഡൗൺ മാനേജ്? ഇത്രയും സാങ്കേതിക സംവിധാനങ്ങളൊന്നും ഇല്ല. കുറച്ച് സാങ്കേതിക സംവിധാനങ്ങളൊക്കെ കുറവുള്ള സമയം കൂടിയാണ്. യെസ്, അത് ഞാൻ ഒറ്റയ്ക്കല്ല, നമുക്ക് PCR-ലുള്ള ബാക്കി എല്ലാവരുടെയും കൂടി ആ ഒരു ഹെൽപ്പ് ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾ തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ടാവണം. തീർച്ചയായിട്ടും അതൊരു ടെൻഷനുള്ള കാര്യമാണ്. കാരണം എന്തെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ നമ്മൾ ആ 30 മിനിറ്റ്സ് കഴിഞ്ഞ് ഇറങ്ങുന്നു, നേരെ ഇന്ദുമാ സാറിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നു, ചീത്ത കേൾക്കുന്നു കയ്യോടെ, അങ്ങനെ. അപ്പോൾ അതിന് തീർച്ചയായിട്ടും അത് നല്ല ടെൻഷനുള്ള പരിപാടിയായിരുന്നു. അന്ന് കൂടെ ഉണ്ടായിരുന്ന സപ്പോർട്ടൊക്കെ ഒന്ന് പറയാമോ? ഇപ്പോൾ റൈ ചേട്ടൻ ഇപ്പോഴും ഉണ്ട്, പിന്നെ ബി ചേട്ടൻ ആയിക്കോട്ടെ, പിന്നെ ഷാൻ ചേട്ടനുണ്ട്, പിന്നെ എബി ചേട്ടൻ, ഈ പറയുന്ന ഇവരെല്ലാവരും. കാരണം ഇപ്പം പറഞ്ഞല്ലോ, ഞാൻ എനിക്ക് 20 വയസ്സേ ഉള്ളൂ എനിക്കൊന്ന്. അപ്പോൾ അങ്ങനെ വന്ന 22 വയസ്സ് വരെ ഇവിടെ നിന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഹെൽപ്പ് തന്നെ. ഇപ്പം പെട്ടെന്ന് എന്തെങ്കിലും ഒക്കെ നമ്മൾ ബാക്കി കുഴപ്പമില്ല, ഇപ്പോൾ സ്ക്രിപ്റ്റഡ് ആണ്, നമുക്കെല്ലാം അറിയുന്നതാണ്, നമ്മൾ ഓർഡറൊക്കെ നോക്കിയിരിക്കുകയാണ്, കുഴപ്പമില്ല. പക്ഷെ എന്തെങ്കിലും പെട്ടെന്നൊരു ബ്രേക്കിംഗ് ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ, പെട്ടെന്ന് എന്തെങ്കിലും ആരെങ്കിലും ചിലപ്പം കണക്ട് ചെയ്തിട്ട് ചോദിക്കേണ്ട ചോദ്യം ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ചില സമയങ്ങളിൽ മാത്രം സീനിയേഴ്സ് അല്ല ഇരിക്കുന്നതെങ്കിൽ അപ്പോൾ പെട്ടു പോകാറുണ്ട്. എന്താ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള അങ്ങനെയുള്ള സമയങ്ങളിൽ ചെറിയ പേടിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ബ്യൂറോയിൽ നിന്നൊക്കെ വാർത്തകൾ വാട്സാപ്പിലാണ് വരാറ്, അല്ലെങ്കിൽ മറ്റേ ലൈവ് സംവിധാനമൊക്കെ വഴി വരും. അന്ന് മെയിലായിരുന്നു അല്ലേ? മെയിലാണ്, ഫോണിൽ വിളിച്ചിട്ട് പകുതി എഴുതിയെടുക്കുന്ന സ്വഭാവമായിരുന്നു. ഞാൻ വന്നപ്പോഴും ഉണ്ടായിരുന്നു ഈ ഫോണിൽ വിളിച്ച് ഫ്ലാഷ് അടിക്കുക, ബ്രേക്കിംഗ് അടിക്കുക, ഫോണിലല്ലേ. നമ്മൾ വോയിസ് ഓവർ എടുക്കുന്ന ടോണ്, അല്ലെങ്കിൽ ഈ ക്യാമറ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ ഈ വിഷ്വൽ എങ്ങനെ പിന്നീട് ഉപയോഗിക്കും, എഡിറ്റിങ്, ഇതൊക്കെ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എനിക്ക് അഭിനയത്തിലേക്ക് വരുമ്പം ഈ പറയുന്ന എഡിറ്റിങ്ങിന്റെ കാര്യങ്ങൾ അങ്ങനെയൊന്നും ആലോചിക്കണ്ട. പിന്നെ ഞാൻ എപ്പോഴും ക്യാമറയ്ക്ക് പിന്നിലേ നിന്നിട്ടുള്ളൂ. കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ മുന്നിലേക്ക് വന്നിട്ടില്ല. അതൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഇവിടുന്ന് അത് ന്യൂസുമായിട്ടും അങ്ങനെ നമുക്കങ്ങനെ ഒരു കമ്പയർ ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള ഒരു ഏരിയ അല്ല ആക്ടിങ് എന്ന് പറയുന്നത്, സിനിമ എന്ന് പറയുന്നത്. സർപ്രൈസ് അടിക്കാൻ പോവാം. ഈ ലിജോമോളും പഴയൊരു ലിജോമോൾക്ക് ഇത് ഓർമ്മയുണ്ടോ? ഇതെന്റെ ഉണ്ടായിരുന്നു. ഞാനിത് എന്നോ ഒരിക്കലും ഇൻസ്റ്റഗ്രാമിൽ ഞാൻ സ്റ്റോറി ഇടും എന്തോ ചെയ്തിട്ടുണ്ട്. കുഞ്ഞു ലിജോമോൾ ഇന്നത്തെ ലിജോമോൾ അതെനിക്ക് സബ് എഡിറ്റർ, സ്റ്റാഫ് റിപ്പോർട്ടർ, എംപ്ലോയി കോഡ് അടക്കമുണ്ട്. ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്ക് ലിമിറ്റഡ്, കരിമ്പനാൽ ആർക്കേഡ്, ഈ സ്പോർട്ട് PO. എനിക്ക് ഒന്നുകൂടെ ഒന്ന് അയച്ചു തരണേ. പോയി ഇത് ശരിക്കും നമ്മൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് വളരെ നമ്മുടെ ID കാർഡൊക്കെ ആ ഫോട്ടോയും ഇവിടെ നിന്ന് എടുത്തതാണ്. നമ്മൾ സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്ന് എടുത്ത ഫോട്ടോയാണ്. നമുക്ക് എന്തായാലും ഇത് വലിയ സ്ക്രീനിൽ ലിജോമോളാണ് ഇന്ന് ലോകം അറിയുന്ന ലിജോമോളായി സുജു. എനിക്ക് തോന്നുന്നു അന്ന് ഇത് കിട്ടിയപ്പോ ഭയങ്കര അഭിമാനമൊക്കെ തോന്നി. തീർച്ചയായിട്ടും നമ്മള് പെർമനന്റ് ആവുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണല്ലോ. ID കാർഡ് കിട്ടുമ്പോഴേ എക്സൈറ്റ്മെന്റ് ഒക്കെ. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോഴേ ലിജോമോളുടെ ഇങ്ങനെ ഒരു പ്രൊഫൈൽ ആർക്കും അറിയോ? കൂടുതലുള്ള ആൾക്കാർക്കൊക്കെ അറിയായിരുന്നോ? ഞാനങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഇല്ല. കാരണം ഞാൻ സിനിമയിലേക്ക് വരുമ്പോൾ ഞാൻ PG ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരുടെയും ധാരണ ഞാൻ പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു, അങ്ങനെ വന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഏതെങ്കിലും ഇന്റർവ്യൂസിൽ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ മാത്രമാണ് അതാ ഞാൻ പറഞ്ഞത്. പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഞാൻ ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്കൊരു 2 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് എന്ന് ആർക്കും അങ്ങനെ അറിയില്ല. അത് കഴിഞ്ഞ് പിന്നെ പോണ്ടിച്ചേരി നിന്നാണ് സിനിമയിലേക്ക് വരുന്നത് എന്നുള്ളത് കൊണ്ട് പോണ്ടിച്ചേരി ബേസ് ചെയ്തിട്ടാണ് എല്ലാവരും ചോദിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഈ ഒരു ഇന്റർവ്യൂയോട് കൂടി അതും ആളുകൾ അറിയട്ടെ. ഒരാളായിരുന്നു. ഈ റിപ്പോർട്ടിങ്ങിന്റെ സംഭവമൊക്കെ ഓർമ്മയുണ്ടോ? റിപ്പോർട്ടിങ് ഞാൻ ആകെ ചെയ്തത്, നമ്മള് ചേച്ചി ഉണ്ടായിരുന്നു, നമ്മള് മലപ്പുറം കലോത്സവത്തിന് പോയത്. അതാണ് എന്റെ ആദ്യത്തെ റിപ്പോർട്ടിങ്. അതെ, എന്നെ അന്ന് മാത്രമേ പുറത്ത് വിട്ടിട്ടുള്ളൂ. ബാക്കി മൊത്തം കാലം ഞാൻ ഡെസ്കിൽ തന്നെ ആയിരുന്നു. പിന്നെ ഞാൻ കുറേ സ്റ്റോറിയൊക്കെ ചെയ്തല്ലേ ലിജോ? ഞങ്ങള് വിചാരിച്ചില്ല ഇത്രയും നന്നായിട്ട് സ്ക്രിപ്റ്റ് ചെയ്യുന്നൊക്കെ നമ്മള് പറഞ്ഞു. എന്റെ ഒരു കഥ, ഒരു അമ്മുമ്മ അങ്ങനെ എന്തോ പേരെന്തോ, അതിനെന്തോ ഒരു ഇവിടുന്ന് നമ്മുടെ തന്നെ ഒരു ഇന്റേണൽ എന്തോ ഒരു സ്പെഷ്യൽ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നല്ല, ഇപ്പോഴാലോചിക്കുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. കാരണം ഞാൻ അതൊരു റിപ്പോർട്ടിങ് ചെയ്തിട്ടില്ല. അത്രയും കാലം ഡെസ്കിൽ തന്നെ നിന്നിട്ട് ആദ്യമായിട്ടാണ് അങ്ങനെ റിപ്പോർട്ടിങ്ങിന് പുറത്ത് പോകുന്നത്.
അത് ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം ഇവിടെ ഇത്രയും നന്നായിട്ട് സ്ക്രിപ്റ്റ് ചെയ്യും ലിജോ മോളിന് നമുക്ക് അറിയില്ലായിരുന്നു. കാരണം ഇവിടെ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലാണല്ലോ നമ്മൾ കൂടുതലായിട്ട് ലിജോ മോളിനെ അറിയുന്നത്. അപ്പം സ്ക്രിപ്റ്റും കൂടെ ചെയ്യുന്ന അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കുട്ടികളുടെ വാർത്തയ്ക്ക് ഇഷ്ടം പോലെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അശ്വിനി പറയായിരുന്നു അതൊക്കെ ഓർത്തിട്ടായിരിക്കണം ഞാൻ വീണ്ടും ഒരു കുട്ടിയെ വാർത്ത തുടങ്ങണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല ഇപ്പൊ കുറച്ച് നാളായിട്ട് കുട്ടികളുടെ വാർത്ത ഈ വലിയ വാർത്ത തന്നെ കൊടുത്തു കുട്ടികളുടെ വാർത്തയിലേക്ക് എന്തായാലും ഇത് പോണം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പഴയ ലിജോ മോളുടെ പഴയ സ്ക്രിപ്റ്റ് ഒക്കെ ഒരു ഓർത്തെടുക്കാം. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. മഹേഷിന്റെ പ്രതികാരം എന്നുള്ള സിനിമയിൽ തന്നെ അങ്ങനെ ആ ഡയലോഗ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രേക്ഷകൻ, എനിക്ക് പരിചയമില്ലല്ലോ, ആദ്യമായിട്ട് കാണുകയാണ്. അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ഈ പറയുന്ന പോലെ ഒരു കുട്ടിത്വമാണ്, നിഷ്കളങ്കമായിട്ട് സംസാരിക്കുന്ന ഒരു പെൺകുട്ടി, അതാണ് ആദ്യം വരുന്നത്. ഒരു പക്ഷെ അങ്ങനെ ബോധപൂർവം അത് കൊണ്ടുവന്നാണോ അന്ന്? അതെനിക്ക് തോന്നുന്നില്ല അങ്ങനെ ബോധപൂർവം കൊണ്ടുവരാൻ. ഞാൻ പറഞ്ഞത് സംവിധായകൻ ആ രീതിയിലാണോ അങ്ങനെ? ഇല്ല, അന്നാണെങ്കിലും എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടറിന് എനിക്ക് ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ. കാരണം ആ ക്യാരക്ടർ ഒരു ഇടുക്കി എന്നുള്ളൊരു കഥാപാത്രമാണ്. അപ്പം ഞാൻ ഇടുക്കിക്കാരിയാണ്. പിന്നെ ദിലീഷ് ചേട്ടനാണെങ്കിലും സിനിമ നമുക്ക് ഓരോ സീനും ചെയ്യുന്ന സമയത്തും അവിടെ അഭിനയിക്കണ്ട എന്നാണ് എപ്പോഴും പറയാറുള്ളത്. ആ ഒരു സീനിൽ ഇപ്പോൾ ഇത് നിന്റെ റിയൽ ലൈഫിൽ നിനക്കിപ്പോൾ നീ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്, അപ്പൊ നീ അതിനോട് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക? അത് ചെയ്താൽ മതി. എന്താണ് സോഫ ഉൾപ്പെടെ നമുക്കത് ഭയങ്കര റിലേറ്റ് ചെയ്യും. ഒരു ഇടത്തരം കുടുംബത്തിലെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എല്ലാം. അപ്പൊ അതിന്റെ സംസാരമൊക്കെ ഇപ്പം ഇദ്ദേഹം വന്നിരുന്ന് ചോദിക്കുന്നു, ഇപ്പം മോഹൻലാലിന്റെ ഒക്കെ കാര്യം പറയുന്നതൊക്കെ ഭയങ്കര ഒരു എക്സ്പ്രസീവ് ആണ്, വളരെ ഇതാണ്. താങ്ക് യു. ഞാനൊന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ പോലെ ദിലീഷ് ചേട്ടൻ പറഞ്ഞ പോലെ ആ സമയത്ത് അങ്ങനെയാണ് നമ്മുടെ റിയൽ ലൈഫിൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എനിക്കത് പെരുമാറാനാണെങ്കിൽ തന്നെ അതത്ര ഈസി അല്ല. അതിനുശേഷമാണ് അതിൽ ചെറിയ ഭയങ്കര രസകരമായ ഒട്ടനവധി നിമിഷങ്ങൾ, പ്രത്യേകിച്ചും തമാശയൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച്. അതിനുശേഷം അങ്ങനെ തമാശകളൊന്നും വന്നിട്ടില്ല. തമാശക്കാരിയായിരുന്നോ പണ്ട്? അയ്യോ, തമാശയെന്നല്ല, വാ തുറക്കില്ല. വളരെ ഈ ഭയഭക്തി ബഹുമാനത്തോടെയൊക്കെ വരുമെന്ന് പറഞ്ഞാൽ വളരെ വരുന്നത് പോലും ആരും അറിയില്ല. വരുന്നു, വന്നിരിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, പോകുന്നു, ആരോടും സംസാരമില്ല അധികം. ശാന്ത രൂപത്തിൽ. എനിക്ക് കുറച്ച് സമയമെടുക്കും ആളുകളായിട്ടൊന്ന് മിങ്കിളായി വരാൻ. എനിക്ക് നമ്മളൊക്കെ കൂട്ടായിരുന്നു. ഇപ്പൊ കാവ്യ ആയിക്കോട്ടെ, നിത്യേച്ചി, അങ്ങനെ എന്റെ ഒരു ഗ്യാങ്, ഞങ്ങൾ ഒരുമിച്ച് കയറിയ ബാച്ച് ഉണ്ടല്ലോ, ഒരു ടീമായിരുന്നു. അവരെല്ലാരുമായിട്ടും നല്ല കൂട്ടായിരുന്നു. ഒരു കാര്യം ചോദിക്കട്ടെ, അതായത് റിപ്പോർട്ടിംഗ് ചെയ്തു, ന്യൂസ് റൂമിൽ ഈ പറഞ്ഞതുപോലെ റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കി, സ്റ്റോറികളൊക്കെ തയ്യാറാക്കി, പിന്നീട് ജേർണലിസ്റ്റിൽ നിന്നാണ് സിനിമയിലേക്ക് പോയത്. ഇപ്പോൾ ജേർണലിസ്റ്റുകളെ കാണുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇങ്ങനെ ഫോണൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരെ കാണുമ്പോൾ ഓടി രക്ഷപ്പെടാൻ നോക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. പക്ഷെ എനിക്ക് തീർച്ചയായിട്ടും ആ ഒരു അറ്റൻഷൻ ഞാൻ തീരെ ആഗ്രഹിക്കാത്ത ഒരാളാണ്. പക്ഷെ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ആരെയും കാണാറില്ല. എല്ലാവരും തന്നെ എനിക്ക് ന്യൂസ് റീഡിംഗ് ആണ്, റിപ്പോർട്ടിങ്ങിന് ഉള്ളവര് പലരും മാറി. അപ്പം എന്റെ കൂടെ ഉണ്ടായിരുന്ന മാതൃഭൂമിയിലായിരുന്നു, മനോരമയിലായിരുന്നു, റിസൈൻ ചെയ്തു. കാവ്യ റിസൈൻ ചെയ്തു. അതാണ് ഇപ്പം പരിചയമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഓടി രക്ഷപ്പെടാൻ നോക്കാറുള്ളൂ. ഞാൻ ഇന്റർവ്യൂസിന് വിളിച്ചാലും പോകുന്നത് വളരെ അപൂർവമാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ മൂവി പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് പോകും എന്നല്ലാതെ ഇത് ജയ്ഹിന്ദിലും ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ വേറൊരാൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇതൊക്കെ നേരത്തെ ഞാൻ ചെയ്ത പണിയായിരുന്നു അങ്ങനെ ഓർക്കാറുണ്ട്, മനസ്സിലേക്ക് വരാറുണ്ട്? അങ്ങനെയില്ല. അതാ ഞാൻ ഡെസ്കിലായിരുന്നോണ്ട് അങ്ങനെ കൂടുതൽ ഇന്റർവ്യൂസ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടില്ല. പക്ഷെ ചില സിനിമകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചില PCR നമ്മൾ റൂമൊക്കെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ അല്ലല്ലോ, ഇത് അങ്ങനെയാണല്ലോ, എനിക്കറിയാലോ, അങ്ങനെയൊക്കെ അത്രയൊക്കെയുള്ള ഇത്. ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ആ പഴയ ന്യൂസ് റൂമിലേക്ക് ഒന്ന് പ്രൊഡക്ഷൻ സൈഡിലേക്ക് പോകണമെന്നൊരു ചിന്ത വന്നിട്ടുണ്ടോ? എനിക്കത് ജയ്ഹിന്ദ് ഓഫീസിൽ ഇടയ്ക്കൊന്ന് വന്ന് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പറയണത് ഇതല്ല, നമ്മുടെ മുൻപുണ്ടായിരുന്ന പഴയ ഓഫീസ്, അതല്ലാതെ തിരിച്ച് ഇല്ല. അങ്ങനെയില്ല. ചിലപ്പോ എനിക്ക് കുട്ടികളുടെ വാർത്ത എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഒന്നുകൂടെ ഒന്ന് ചെയ്തിരുന്നെങ്കിൽ. വെറുതെ ഒന്ന് ചോദിക്കട്ടെ, ജയ്ഹിന്ദിന്റെ ചീഫ് എഡിറ്ററായി ലിജോ മോൾ ഒരു ദിവസം വരുന്നു, താല്പര്യമില്ല, അല്ല സപ്പോസ് ആരൊക്കെ ഏതൊക്കെ ബീറ്റിൽ, അതായത് ഇപ്പൊ സിനിമാ ഫീൽഡിലാണല്ലോ നിൽക്കുന്നത്, ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ ലൈവ് റിപ്പോർട്ടിങ്ങിനായിട്ട് വിടും, ഏതൊക്കെ ബീറ്റ് കൊടുക്കും? സിനിമയിൽ നിന്നുള്ള ആളുകൾ. വളരെ ശ്രമകരമായ ഓണമല്ലേ, ഏതൊക്കെ ബീറ്റ് കൊടുക്കും? ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ആദ്യം ഇത്
CPM-ന്റെയോ അല്ലെങ്കിൽ അങ്ങനെയാണോ? കോൺഗ്രസ്. അതാണെങ്കിൽ ആർക്കും കുറച്ച് പൊളിറ്റിക്കൽ ഇത് എനിക്ക് തോന്നുന്നു ടൊവിനോയെ വിടാം. വേറെ ഇപ്പൊ അങ്ങനെ ചോദിച്ചാല് ഇപ്പോ സ്പോർട്സ് ആരെ വിടാൻ പറ്റും? സ്പോർട്സ് ചാക്കോച്ചൻ, കുഞ്ചാക്കോ ബോബൻ സ്പോർട്സ് ബീറ്റ് കൊടുക്കാൻ തോന്നുന്നു. വേറെ ഏതെങ്കിലും ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ആലോചിക്കാം, അല്ലാതെ എനിക്ക് ആലോചിച്ച് പറയാം. സിനിമ ബീറ്റ് സിനിമ അതിപ്പോ എല്ലാവർക്കും കൊടുക്കാൻ അതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എന്നാലും കുറച്ചുകൂടെ നന്നായി സിനിമയെ കുറിച്ച് അവലോകനമൊക്കെ ചെയ്യുന്ന മമ്മൂക്ക മമ്മൂക്കയ്ക്ക് കൊടുക്കാം. ക്രൈം ആർക്ക് കൊടുക്കാം? സിനിമയിലെ ക്രൈം നമുക്ക് ഷാഹി കബീറിനോട് നന്നായിട്ട് അത് കൈകാര്യം ചെയ്തോളൂ. ഈ സംഖിനി എന്നുള്ള കഥാപാത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരുന്നു? അതിന്റെ ഏറ്റവും ആദ്യത്തെ ബ്രീഫ് ചെയ്യപ്പെട്ട എങ്ങനെയായിരുന്നു? അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള തീരുമാനം എങ്ങനെയാണ് എടുക്കുന്നത്? എനിക്ക് ഓഡിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഓഡിഷന് പോകാൻ തന്നെ അവരെനിക്കൊരു സീൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് പ്രിപ്പയർ ചെയ്താണ് പോയത്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ തമിഴിലത് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അപ്പം മലയാളം അത് ആ ഡയലോഗ്സ് ഞാൻ മലയാളത്തിലാക്കി. ഞാൻ ആദ്യം വരുന്നില്ല എന്നാണ് അവരോട് പറഞ്ഞത്. അങ്ങനെയല്ല, ഞാൻ ഇല്ല, ഞാൻ ആ സമയത്ത് എനിക്ക് തോന്നുന്നു നെറ്റിന് പ്രിപ്പയർ ചെയ്തു വീണ്ടും PhD ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഞാൻ അതെ അതുകൊണ്ട് ഞാൻ നെറ്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ആണ് ഇവരിങ്ങനെ ഇതിന് മുമ്പ് ഞാനൊരു തമിഴ് സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഓഡിഷന് വിളിച്ചത്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടില്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അവർ വീണ്ടും വിളിച്ചു. അപ്പോൾ ഞാൻ ശരി എന്നാൽ പോവാം എന്ന് വിചാരിച്ച് പോയി. ഓഡിഷൻ കഴിഞ്ഞു. അന്ന് തന്നെ എനിക്ക് മൊത്തത്തിൽ എൻ്റെ ക്യാരക്ടർ ബ്രീഫ് ചെയ്യുമല്ല, മൊത്തം സ്റ്റോറി എൻ്റെ അടുത്ത് നറേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ സ്റ്റോറി കേട്ടപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിന് എത്രത്തോളം എഫേർട്ട് എടുക്കേണ്ട വരും അങ്ങനെയൊന്നും അപ്പോൾ ആലോചിക്കുന്നില്ല. കഥാപാത്രത്തെ എടുക്കുമ്പോൾ എന്താണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്? എന്താണ് ഒരു ഓഫർ വരുമ്പോൾ? കഥയാണോ? കഥ പ്ലസ് എൻ്റെ ഒരു ക്യാരക്ടർ എന്താണ് പെയർ ചെയ്തത്. അപ്പോൾ അതൊക്കെ ഒരു പ്ലസ് ആയിരുന്നില്ലേ? ഇല്ല എന്ന് തോന്നുമ്പോൾ അത് കൊള്ളായിരുന്നു എന്ന് തോന്നിയിട്ടില്ല. ഇല്ല, ഞാൻ കഥ കേൾക്കുമ്പോൾ പറഞ്ഞിട്ടില്ല. അത് അവർ 2D പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇതൊരു ചെറിയ സിനിമയാണ്, ഒരു സോഷ്യൽ കോസിന് വേണ്ടി എടുക്കുന്ന ഒരു ചെറിയ സിനിമ എന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫുൾ നറേറ്റ് ചെയ്തു. കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, ക്യാരക്ടറും എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു. അതൊരു ബയോപിക് ആണെന്നോ അല്ലെങ്കിൽ ആ ഒരു സംഭവങ്ങളെ കുറിച്ചൊക്കെ? ഇല്ല, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. നമ്മൾ സാധാരണ എപ്പോഴും ഒരു സിനിമയുടെ കഥ കേൾക്കുന്ന പോലെ പോയി കേട്ടു, ആ ക്യാരക്ടറിൻ്റെ ഇമോഷൻസ് റിലേറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിൽ യെസ് പറഞ്ഞിട്ട് പോന്നു. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ചിന്തിച്ചോ ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊന്ന് 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ജ്ഞാനവേൽ സാർ എന്നെ വിളിക്കുന്നത്, എൻ്റെ ഡയറക്ടർ വിളിച്ചിട്ട് ഇതേപോലെ ഈ ചന്ദ്രു എന്ന് പറയുന്ന ക്യാരക്ടർ ആരാണ് ചെയ്യുന്നതെന്ന് അറിയുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു പ്രകാശ് രാജിനെയൊക്കെ പോലെ കുറച്ചുകൂടെ പ്രായമുള്ള ഒരാളാണെന്നാണ് എൻ്റെ മനസ്സിൽ. അപ്പം ഞാൻ പറഞ്ഞു പ്രകാശ് രാജ് സാർ പോലെ ആരെങ്കിലുമൊക്കെ ആയിരിക്കുന്നു. അപ്പോഴാണ് പറയുന്നത് അല്ല, സൂര്യ സാറാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പക്ഷെ അപ്പോഴും പറയുന്നില്ല ഇതൊരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടാവും. ഈ ക്യാരക്ടേഴ്സ് അവരുടെ ലൈഫ് കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ്, കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ നമുക്ക് ട്രെയിനിങ് ഒരു 2 ആഴ്ചത്തെ ട്രെയിനിങ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ട്രെയിനിങ്ങിൻ്റെ സമയത്താണ് പതുക്കെ നമ്മളോട് പറയുന്നത് ഇത് റിയൽ ലൈഫിൽ നടന്നതാണ്. നമുക്ക് ലുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ലുക്ക് ടെസ്റ്റ് കണ്ടപ്പോൾ ഏകദേശം എങ്ങനെ ആയിരിക്കും എന്നറിയായിരുന്നു. പക്ഷെ അന്ന് വെയിറ്റ് കുറയ്ക്കണം ഉണ്ടായിരുന്നു. കാരണം അവരൊക്കെ ഭയങ്കര മെലിഞ്ഞിരിക്കുന്ന ആളുകളാണ്, ബോഡി ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അതിന് തീർച്ചയായിട്ടും സിനിമയിലെ ലുക്കും എൻ്റെ ഈ അപ്പിയറൻസേ അല്ല, നന്നായിട്ട് വെയിറ്റ് കുറയ്ക്കേണ്ട വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും മേക്കപ്പ് അതിന് വേണ്ടുന്ന അതിൻ്റെ കോസ്റ്റ്യൂം കാര്യങ്ങളെല്ലാം കുറേ ഡിഫറെൻ്റ് ആയിരുന്നു. ഈ പാർവതി എന്നാണ് അവരുടെ ശരിക്കുള്ള പേര്. അപ്പോൾ ആദ്യം ഈ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് എൻ്റെ പേര് പാർവതി എന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് പേര് മാറ്റി സെങ്കേനി എന്നാക്കി. പക്ഷെ അവരെ മീറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഥ ഇത് അവരുടെ റിയൽ ലൈഫ് എന്തായിരുന്നു പറഞ്ഞു, പക്ഷെ അവരെ ഇപ്പം മീറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇപ്പം മീറ്റ് ചെയ്തില്ല, പക്ഷെ കഥ എന്താണ് അവരുടെ ലൈഫിൽ സംഭവിച്ചതെന്ന് ഞാൻ മലയാള സിനിമയിലെ ആ ഒരു ലൊക്കേഷൻ മോഡും അതുപോലെ തന്നെ തമിഴിലും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഒരു ദിവസം ചിലപ്പോൾ 3 ഇതൊക്കെ വരെ എടുക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അവിടെ ചിലപ്പോൾ
ഒരു ഷോട്ടൊക്കെ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ തീർക്കുന്നു അങ്ങനെ എനിക്ക് ഏതായാലും അങ്ങനെ ഈ പറഞ്ഞ ഒരു ഷോട്ട് അങ്ങനെയൊന്നും എടുക്കുന്ന ഒരു സെറ്റിലും വർക്ക് ചെയ്തിട്ടില്ല ഞാൻ. പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ ബഡ്ജറ്റ് ഒരു വലിയ ഫാക്ടറാണല്ലോ. അപ്പം നമുക്ക് ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഉണ്ട്. നമ്മളത് ചെറിയ ഇൻഡസ്ട്രിയാണ്. തമിഴ് എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതിൻ്റേതായ ആ ഒരു വലിപ്പ വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ട്. അവിടെ ബഡ്ജറ്റ് കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടി നമുക്ക് സമയമെടുത്ത് നമുക്ക് കുറച്ചുകൂടി എല്ലാം സ്ലോ ആയിട്ട് ചെയ്താലും കുഴപ്പമില്ല. നമുക്ക് അങ്ങനെയല്ല, ഇവിടെ അങ്ങനെയല്ല. നമുക്ക് എത്രയും പെട്ടെന്ന് തീർക്കാൻ പറ്റണം. നമുക്കെനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ ചാർട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു 5 to 6 days ഒക്കെ മുന്നേ ഷൂട്ട് തീർക്കുന്ന സിനിമകളുണ്ട് മലയാളത്തിൽ. നമ്മൾ അത്രയും ഫാസ്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. അപ്പം പക്ഷെ നമ്മുടെ ടെക്നീഷ്യൻസ് അത്രയും, നമ്മുടെ ടെക്നിക്കൽ ടീം മൊത്തത്തിൽ അത്രയും സ്ട്രോങ് ആണ്. എങ്ങനെ ചിലവ് കുറയ്ക്കാം, കൂടുതൽ ലാഭം കിട്ടുമെന്നുള്ളതാണ്. എനിക്ക് അല്ല, ഇപ്പം അത്രയും വലിയൊരു ഇൻഡസ്ട്രി അല്ലല്ലോ തമിഴ് ഇൻഡസ്ട്രി പോലെ അത്രയും വലിപ്പം ഇല്ലല്ലോ. ഞാൻ ഇടയിൽ ഒന്ന് ചോദിച്ചോട്ടെ, ഈ സംഗീതം പിന്നെ നേരിട്ട് കണ്ടോ റിയൽ ആയിട്ട്? ഞാൻ കണ്ടു, ഒരു അവാർഡ് ഷോയ്ക്കാണ് ഞാൻ നേരിട്ട് കാണുന്നത്. യെസ്, മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേജിൽ നടന്നു. കണ്ടപ്പോ എനിക്ക് അറിയില്ല എന്നെ മനസ്സിലായോന്ന് പോലും. അവരെ കൊണ്ടുവന്നു, അതെനിക്ക് തോന്നുന്നു ആ അവാർഡ് ഷോ നടത്തിയ അവരാ. പക്ഷെ അത് എന്നോടും പറഞ്ഞില്ല, എനിക്കും സർപ്രൈസ് ആയിരുന്നു. ഞാനും സ്റ്റേജിൽ വന്നപ്പോഴാണ് ഈ പറയുന്ന ഒറിജിനൽ പാർവതി എന്ന് പറയുന്ന അവർ വന്നിട്ടുണ്ടോ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടു, ഞങ്ങൾ ഒരുമിച്ച് കൈ പിടിച്ച ഒരു റാമ്പ് വോക്ക് ചെയ്തു എന്നല്ലാതെ പിന്നെയും കണ്ടില്ല. എനിക്കിങ്ങനെ കണ്ട് സംസാരിക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പം എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല, ഉറപ്പില്ല. നമ്മൾ കേൾക്കുന്ന സാധാരണ തമിഴല്ല. അല്ല, അതെങ്ങനെയാ പഠിച്ചെടുത്തതാണോ? ഞാൻ എൻ്റെ ആദ്യത്തെ തമിഴ് ഡബിങ് എക്സ്പീരിയൻസും അതാ. ഞാൻ അതിന് മുമ്പ് ചെയ്ത സിനിമയിലൊന്നും ഞാൻ ഡബ് ചെയ്തിട്ടില്ല. അതിന് വേണ്ടിയിട്ട് തമിഴ് പഠിച്ചു. തമിഴ് പഠിച്ചു എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു മൊത്തത്തിലൊരു 5 തവണയെങ്കിലും ആ സിനിമ മൊത്തം ഞാൻ വീണ്ടും 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 പോയി ഡബ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അതിൻ്റെ ഡയലക്റ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം മലയാളം എങ്ങനെയാണേലും ആ ഒരു മലയാള ചോവ് വരും ചില വാക്കുകളിലെങ്കിലും. അപ്പം അത് എത്രത്തോളം കുറയ്ക്കാമെന്ന് നോക്കാൻ വീണ്ടും വീണ്ടും അവർ വിളിപ്പിച്ച് വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് അങ്ങനെ ചെയ്തതാണ്. നടന്ന സംഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ക്യാരക്ടറിനെ കുറിച്ചൊന്ന് പറയുന്നത്, കാരണം അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള എല്ലാവർക്കും അവാർഡ് കിട്ടിയതാണ്. നടന്ന സംഭവം എനിക്ക് തോന്നുന്നു വിഷ്ണു ചേട്ടനെ എനിക്ക് മുമ്പേ അറിയാം, നടന്ന സംഭവം മൂവിയുടെ ഡയറക്ടർ. കാരണം മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമയില് തീർച്ചയായിട്ടും എനിക്ക് ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടില്ലാത്ത തരം ക്യാരക്ടേഴ്സാണ് എപ്പോഴും ചൂസ് ചെയ്യാൻ നോക്കാറ്. അപ്പം വരുന്നതിൽ എത്രത്തോളം വ്യത്യസ്തത ഓരോ കഥാപാത്രങ്ങൾക്കും ഉണ്ടോയെന്ന് നോക്കും. പിന്നെ തീർച്ചയായിട്ടും പെർഫോം ചെയ്യാനുള്ള സ്കോപ്പ് തീർച്ചയായിട്ടും നോക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം നടന്ന സംഭവം എന്ന് പറയുന്ന മൂവിയിൽ ധന്യ എന്ന് പറയുന്ന ക്യാരക്ടറിന് ഉണ്ടാകുന്ന ഒരു ഇൻസിഡൻ്റ് അല്ലെ അവൾക്കുണ്ടാകുന്ന ഒരു അനുഭവത്തിനെ ബേസ് ചെയ്തിട്ടാണ് കഥ കുറച്ച് കഴിയുമ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതെനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു. പിന്നെ തീർച്ചയായിട്ടും അത് പറയേണ്ട ഒരു കാര്യമാണ് അതിൽ നമ്മൾ പറയുന്നത് എന്ന് തോന്നി. അങ്ങനെയുള്ള റീസൺസ് കൊണ്ടാണ് അത് ചൂസ് ചെയ്തത്. വിഷ്ണു ചേട്ടനും അതിൻ്റെ റൈറ്റർ രാജേഷ് ചേട്ടനും ഇവർ രണ്ടുപേരും കൂടി വന്നാണ് നറേറ്റ് ചെയ്യുന്നത്. അന്ന് തന്നെ എനിക്ക് കഥ ഇഷ്ടപ്പെട്ടു, ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്ത മൂവിയാണ് നടന്ന സംഭവം. സംശയക്കാരിയാണോ? ഇല്ല, അല്ല, ഞാൻ പറഞ്ഞത് റിലേറ്റബിൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ആ ക്യാരക്ടർ എന്തുകൊണ്ട് അങ്ങനെ ഒരു സമയത്ത് അങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. എന്നാൽ മാത്രമേ നമുക്കത് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ വിമല എന്ന് പറയുന്ന ക്യാരക്ടറിന് എന്തുകൊണ്ട് സംശയം വന്നു എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. അപ്പം അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ജയ്ബീം കണ്ടപ്പോഴേ ശരിക്കും ഒരു നാഷണൽ അവാർഡൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. നാഷണൽ അവാർഡ് ഇല്ലെന്ന് നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളതിൽ പറയുന്ന നമ്മളുടെ തീമുണ്ടല്ലോ നമ്മളതിൽ പറഞ്ഞിരിക്കുന്നപ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ നാഷണൽ അവാർഡായാലും സ്റ്റേറ്റ് അവാർഡായാലും ഒക്കെ പരിഗണിക്കുന്നതിന് പല ഘടകങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന കഥ അല്ലെങ്കിൽ നമ്മളവിടെ എന്താണോ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് അവർ ആദ്യമേ പറഞ്ഞിരുന്നു ടീമെന്ന് നമ്മളൊരിക്കലും നാഷണലിൽ എന്തെങ്കിലും ഒരു റെക്കഗ്നിഷൻ കിട്ടുമെന്ന് വിചാരിക്കേണ്ട, അങ്ങനെ പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞിരുന്നു. കുട്ടികളെ അമ്മയായിട്ടാണ് അഭിനയിക്കുന്നത് അതിൽ. അപ്പോൾ എന്ത് തോന്നി? ഒരു തന്നെക്കാൾ മുതിർന്ന കഥാപാത്രമായിട്ടാണ്. എനിക്ക് പൊതുവേ കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളവരാണ്. കുട്ടികളുടെ വാർത്ത ചെയ്ത ആളുകൾ അത് കുഴപ്പമില്ല, കുട്ടികളുടെ ലെവലിൽ ചിന്തിക്കാം, അവർക്ക് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ്സ് എഴുതാം, അത് വലിയ പ്രശ്നമില്ല. പക്ഷെ കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1-2 ദിവസമൊക്കെ എടുക്കും പിള്ളേരായിട്ടൊന്ന് കൂട്ടായി വരാൻ. കൂട്ടായി എന്നല്ല, വന്ന് വരുമ്പം കഴിച്ചോ എന്തെങ്കിലും ഒരു 1-2 വർത്താനം പറയാൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ ആ സമയത്ത് സീൻസ് ചെയ്യുന്ന സമയത്ത് അത് എനിക്ക് ഓക്കെ ആയിട്ടാണ്. അത് അങ്ങനെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അറിയില്ല. ആ സമയത്ത് അത് വരും. എനിക്കൊന്ന് കുട്ടികളാണെങ്കിലും അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടികളാണ് എപ്പോഴും.
ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ അല്ലേ? യെസ്, അതിപ്പോൾ അങ്ങനെ വരാറുണ്ട്. നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് ഈ മഹേഷിന്റെ പ്രതികാരം ഓഡീഷന് പോയായിട്ട് ആണ് അതിലേക്ക് വന്നതെന്നൊക്കെ. എങ്കിലും ജയ്ഹിന്ദ് കൂടെ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും പ്രേക്ഷകർ അല്ലേ? എങ്ങനെയായിരുന്നു ആ ഓഡീഷൻ ടൈമിലൊക്കെ അങ്ങനെയുള്ള കാര്യം ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്? ഓഡിഷൻ വളരെ കോമഡി ആയിരുന്നു പറയാം. ഓഡീഷന് വിളിക്കുമ്പോൾ ഞാൻ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓഡീഷന് വിളിക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ ഉണ്ണിമായ ചേച്ചിയോട് പറഞ്ഞത് ഇല്ല, ഞാൻ തമാശയ്ക്ക് ഫോട്ടോ അയച്ചതാണ്, ഞാൻ വരുന്നില്ല, കാരണം അഭിനയിക്കാൻ അറിയെങ്കിൽ ഓഡീഷന് പോയാൽ മതിയല്ലോ. അപ്പോൾ എന്നോട് ഉണ്ണിമായ ചേച്ചി പറഞ്ഞു ഇല്ല, എന്തായാലും ഒന്ന് വന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ, കിട്ടിയാലും ഇല്ലെങ്കിലും ആരും അറിയില്ല. അത്രയും പേര് അവിടെ ഓഡീഷന് വന്നിരിക്കുന്ന ആളുകൾ മാത്രമേ അറിയുള്ളൂ. ദിലീഷ് ചേട്ടൻ ഉണ്ടായിരുന്നു, ശ്യാമേട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ടീം, ക്യാമറ ചെയ്യാൻ ഒരാൾ, എനിക്കൊന്ന് 4-5 പേരുണ്ടായിരുന്നു. അല്ല, ലിജോയെ പോലെ വന്ന ആൾക്കാർ ഇല്ല, ഞാനും അതിൽ തന്നെ വിജിലേഷ് എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. അപ്പോൾ അവിടെ ചെന്നു, ഇതേപോലെ അവരകത്തേക്ക് വിളിച്ചു. അപ്പോൾ ഇങ്ങനെ വെറുതെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊന്ന് കംഫർട്ടബിളായി എന്നൊക്കെ തോന്നിയ സമയത്ത് എന്നോടൊരു സീൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് വീട്ടിൽ പോകണം. കാരണം എനിക്ക് പേടിയായി, അഭിനയിക്കാൻ പറഞ്ഞാൽ എന്തായാലും അഭിനയിക്കാൻ വരില്ല എന്നുള്ളത് അറിയാം. അപ്പോൾ വീണ്ടും അവിടെ ദിലീഷ് ചേട്ടൻ അവിടെ ഇരുത്തി വീണ്ടും സംസാരിച്ച് കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഇപ്പം നമുക്ക് എന്തെങ്കിലും 1-2 സീൻസ് ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി നോക്കാം. അങ്ങനെ സീൻസ് ആയിട്ടല്ല, സിറ്റുവേഷൻസ് തന്നു. അങ്ങനെ 1-2 സിറ്റുവേഷൻസ് ചെയ്തു. അപ്പോൾ സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, നമ്മൾ വെറുതെ വർത്താനം പറഞ്ഞിരിക്കുന്നു. അല്ല, ഒരു സിറ്റുവേഷൻ പറയും, ഡയലോഗ്സ് എന്താണോ നമുക്ക് വരുന്നത് നമുക്കത് പറയാം, അല്ലാണ്ട് അങ്ങനെ പ്രോപ്പർ ഡയലോഗ്സ് തരുന്നില്ല. അപ്പം അങ്ങനെ ഇപ്പം കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ആ ഒരു സൗബിക്കയായിട്ടുള്ള ആ ഒരു സിനിമ TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴുള്ള ആ ഒരു അങ്ങനത്തെ സീനാണ് തന്നത്. അതായത് അച്ഛൻ കുളിക്കുകയാണ്, ഇപ്പം നീ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അച്ഛനെ അന്വേഷിച്ച് വീട്ടിലൊരാൾ വരുന്നു. അപ്പം അച്ഛൻ കുളിച്ച് വരുന്നത് വരെ ആ ആളെ ഒന്ന് മാനേജ് ചെയ്യണം. അപ്പം നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അതൊന്ന് നോക്കിയൊന്ന് വെറുതെ സംസാരിച്ച് നോക്കി. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം കരാട്ടെ ചന്ദ്രൻ എന്ന് പറഞ്ഞ മൂവി ചെയ്യാൻ പോകുന്ന റോയിച്ചനാണെന്ന് നമ്മുടെ കൂടെ, എൻ്റെ കൂടെ ഈ പറഞ്ഞ ഓപ്പോസിറ്റ് ക്യാരക്ടർ ചെയ്യാൻ അവിടെ നിൽക്കുന്നത്. അപ്പം റോയിച്ചൻ കുറേ എന്തൊക്കെയോ പറഞ്ഞു, ഞാനൊന്ന് തിരിച്ച് റിയാക്ട് ചെയ്തു, അതവിടെ കഴിഞ്ഞു. പിന്നെ അത് തന്നെ 1-2 രീതിക്ക് മാറ്റി ചെയ്യിപ്പിച്ചു. ഇപ്പോൾ വന്നയാളെ നിനക്ക് ഇഷ്ടപ്പെട്ടു, അപ്പം അങ്ങനെയാണെങ്കിൽ ആ കോൺവെർസേഷൻ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക. പിന്നെ അത് കുറച്ച് നേരം ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, വന്നയാളെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും നീ അതിനോട് റിയാക്ട് ചെയ്യാം. അങ്ങനെ 1-2 കാര്യങ്ങളൊക്കെ ചെയ്യിച്ച് പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ അവസാനം കണ്ട സിനിമ ഇവൻ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് വിചാരിക്കുക, അവനോട് ആ കഥ ഇങ്ങ് പറഞ്ഞോളുക, ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഓഡീഷൻ എന്ന് പറയാൻ. അത് കഴിഞ്ഞു പിന്നെ 1-2 ഫോട്ടോസ് എടുത്തു, ഞങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞു, വിട്ടു. അവിടുന്ന് സിനിമ യെസ് കോഡ് വന്നപ്പോൾ സെലക്റ്റഡ് ആയി എന്ന് പറഞ്ഞ കോഡ് വന്നപ്പോൾ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു? എനിക്കതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് ക്ലാസ് നടക്കുന്നുണ്ട് ഇപ്പോൾ, എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ അപ്പോൾ നമുക്കവിടെ 75% താഴെ അറ്റൻഡൻസ് പോകാൻ പാടില്ല, അപ്പോൾ ഇയർ ബാക്ക് അടിക്കാം. അപ്പോൾ അതായിരുന്നു ഏറ്റവും വലിയ ടെൻഷൻ. അതുകൊണ്ട് ടീച്ചേഴ്സിനോട് ആരോടും പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്ട്രൈക്ക് നടക്കുന്ന സമയമായതുകൊണ്ട് ക്ലാസ്സസ് പൊതുവെ കുറവാണ്, പിന്നെ കാര്യമായിട്ട് നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ ഫാക്ടേഴ്സ് എനിക്ക് അനുകൂലമായിട്ട് വന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് ഷൂട്ട് നടന്നത്. അപ്പം ഞാനങ്ങനെ നാട്ടിൽ പോയിട്ട് വരുമ്പോഴും ക്ലാസ് അങ്ങ് അധികം മിസ്സായിട്ടില്ല. പിന്നെ എക്സാംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാനത് മിസ് ചെയ്യാതിരിക്കാൻ നോക്കുമായിരുന്നു. അങ്ങനെ വന്ന് എന്തോ 10-12 ദിവസം അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു എനിക്കായിട്ട് ഇപ്പം എൻ്റെ ആദ്യത്തെ സീൻ തന്നെ ആ മരണ വീട്ടിലുള്ളൊരു സീനാണ്. അപ്പം അച്ഛനെ നോക്കി ചിരിക്കുന്ന ഒരു സീൻ. അപ്പം ഫുൾ ക്രൗഡാണല്ലോ, അപ്പോൾ എന്നെയാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് അപ്പോൾ എനിക്ക് അറിയില്ല, ക്യാമറ എവിടെ വെച്ചിരിക്കുന്ന ഒന്നും കാണുന്നില്ല. ക്രൗഡിനിടയിലാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞൊരു കാര്യം ചെയ്തു. അപ്പോൾ അന്നേരം അങ്ങനെ വലിയ ടെൻഷൻ ഇല്ല. അങ്ങനത്തെ കുറേ എനിക്ക് തോന്നുന്നു ആദ്യം ആ പാട്ട് സീനാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അത് ഫുൾ ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്കല്ല, ഫുൾ ക്രൗഡിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരുന്നു അങ്ങനെ ഷൂട്ട് തുടങ്ങും. വീട്ടിൽ നിന്നൊക്കെ സപ്പോർട്ട് ആയിരിക്കുമല്ലോ? അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഈ ജേർണലിസം നിന്ന് ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നു. പഠിത്തത്തിൽ നിന്നാണ് വീണ്ടും സിനിമയിലേക്ക് വരുന്നത്. അത് എങ്ങനെ ഒരു ചിന്ത വരാനുണ്ടായി, അങ്ങനെ ഒരു സിനിമയിലേക്ക് പെട്ടെന്ന് ഇതൊന്നും ഇല്ല, ഞാൻ പഠിക്കാൻ വേണ്ടി ഇനി പഠിച്ച് PhD എടുത്ത് ഏതോ ഒരു കോളേജ് ലെക്ചറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അതല്ലേ ലക്ഷ്യം? മറ്റേതൊരു തമാശ. യെസ്, അതായിരുന്നു. ഞാൻ ജയ്ഹിന്ദിന്ന് റിസൈൻ ചെയ്യുമ്പോൾ തന്നെ അതായിരുന്നു. PG കഴിയുന്നു, അത് കഴിഞ്ഞിട്ട് PhDക്ക് പോകുന്നു. തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കോളേജിൽ
ലെക്ചറായിട്ട് കയറുന്നത്. എനിക്ക് പറ്റുന്ന പണി അതാണ്. പ്രൊഡക്ഷൻ ചെയ്ത് മടുത്ത് അശ്വിൻ ചേച്ചി എനിക്ക് റിസൈൻ ചെയ്യണമായിരുന്നു എന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പഠിക്കാം നമുക്ക്. കോളേജ് പ്രൊഫസറൊക്കെ കോളേജ് ആളാണ്. അപ്പൊ അങ്ങനെ പെട്ടെന്നൊരു സിനിമയിലേക്കുള്ള ഒരു മാറ്റം ഇല്ല, ഞാനത് അതാ പറഞ്ഞ ഒരു തമാശക്ക് ഫോട്ടോ അയച്ചു. അതല്ലാതെ അതിൽ കൂടുതൽ അവര് എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് അയച്ചതാണ്. പക്ഷെ അപ്പോഴും എത്രയോ പേര് ഫോട്ടോസ് അയക്കുന്നുണ്ട്. അതും ഇപ്പോഴും സിനിമയിൽ ഒരു ഓഡിഷൻ കോളെന്ന് കാണുമ്പം എത്രയോ പേര് ഫോട്ടോസ് അയക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് വീഡിയോകളൊക്കെ അയക്കുന്നുണ്ട്. അപ്പം എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. വെറുതെ ഒരു തമാശയ്ക്ക് ഫോട്ടോ അയച്ചു എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് സിനിമ ചെയ്യുന്നോ സിനിമയിൽ നിന്നൊരു വിളി വരുമെന്നോ ഒന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അല്ല, ലിജോ മോള് വരുന്നു, സ്ക്രീനിൽ ലിജോ മോളെ കാണുമ്പോൾ ഇത് നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ശരി, ആ സിനിമ ഇടുക്കിയെ കുറിച്ചാകുന്നു, ഇടുക്കിക്കാരി തന്നെ വരുന്നു. ഇടുക്കിയിലെ ആ ലാംഗ്വേജ് ഒക്കെ നമുക്ക് ഭയങ്കര ഫീൽ അത് അവർക്കും അറിയില്ലായിരുന്നു തോന്നുന്നു. ഞാൻ ഓഡിഷന് ചെല്ലുന്നത് വരെ ഞാൻ ഇടുക്കിക്കാരിയാണെന്ന് അവർക്കും അറിയില്ല. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ എൻ്റെ പഠിക്കുന്ന കാര്യങ്ങളും ഒക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇടുക്കിയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോഴാണ് അവരും പറയുന്നത് അതൊരു ഭയങ്കര കോയിൻസിഡൻസ് ആയല്ലോ, ഞങ്ങളിതൊരു അതൊക്കെ അവിടെയുള്ളവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. കോട്ടയംകാർക്കും അറിയാം. അതെ, അറിയാം, കോട്ടയംകാരിയാണ്. ഓക്കെ, അത് അവർക്ക് മനസ്സിലാവുമല്ലോ. അത് കൂടുതലായിട്ട് കുറച്ച് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. പിന്നെ വരികയാണെങ്കിൽ JPM കഴിഞ്ഞു, പിന്നെ പൊന്മാൻ, അതിലെ ഒരു വേഷവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം അതിലും ഈ പറഞ്ഞ പോലെ എനിക്ക് മേക്കപ്പ് ഇല്ലാതെയായിരുന്നു. അതില് മേക്കപ്പ് ഇട്ട് സിനിമകൾ ചെയ്തത് വളരെ കുറവായിരിക്കും. ഈ ലിജോമോളെ സംബന്ധിച്ച് സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം ഈ മേക്കപ്പ് പരമാവധി ഒഴിവാക്കി. അല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സിനിമകളിലൊക്കെ പൊതുവെ അങ്ങനെയാണ്. ഇപ്പോഴും ആൾക്കാരുടെ സംശയം മാറിയിട്ടില്ല കേട്ടോ, ഈ സ്റ്റെഫി എന്തിനാണ് വിളിച്ചതെന്നുള്ളതിനെ കുറിച്ച്. അത് എന്തിനു വേണേലും അത് ആളുകൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് അത് ആളുകൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വിട്ടത്. എനിക്കൊന്ന് നോവലിൽ അത് ശരിക്കും അവരുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിക്ക് എന്തോ ആണ് അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത്. അപ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ എത്ര പേര് അത് ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പം ആളുകളുടെ ഇഷ്ടത്തിന് വിടുന്നു, എങ്ങനെ വേണേലും അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാം. അവനവന് എങ്ങനെയാണോ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ തോന്നുന്നു അങ്ങനെ. അത് പ്രണയം ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ ഓക്കെ, പ്രണയം ഉണ്ടായിരുന്നു. പറഞ്ഞത് അതിന്റെ റോള് ചെയ്യുന്നത് ലിജോ എന്നുള്ള, അതിനകത്ത് എക്സ്പ്രഷനിൽ പോലും അതിന് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കാണിക്കാൻ അതായിരുന്നു ഏറ്റവും അത് ഏറ്റവും പാടുള്ള ഒരു കാര്യം. കാരണം ഇപ്പൊ എനിക്കായാലും ബേസിലിനായാലും എവിടെയും ഞങ്ങൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു പ്രണയമുണ്ടോ അല്ലെങ്കിൽ ഒരു ഇഷ്ടമുണ്ടോ എന്നുള്ളത് തോന്നാൻ പാടില്ല. പക്ഷെ എന്തോ ഒന്നുണ്ട്, അത് ചിലപ്പോൾ ഒരു അനുകമ്പയാവാം, എന്തോ ഒന്നുണ്ടോന്നും തോന്നണം എന്നുള്ളതൊരു ചലഞ്ചായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിലും പെർഫോം ചെയ്യുന്ന സമയത്ത് പ്രണയം തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് തന്നെ ടെൻഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ തീർച്ചയായിട്ടും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മോണിറ്റർ. കഥാപാത്രം തന്നെ ഒരു അൺപ്രഡിക്റ്റബിൾ ആണോ, ഇത് നാളെ ഇയാളെ ചതിക്കുവോ, എന്താണ് മനസ്സിലിരിക്കുന്നത്? ഇല്ല, ലാസ്റ്റ് ശരിക്കും അവള് റിയലൈസ് ചെയ്തിട്ടാണ്. കാരണം അവന്റെ വീട്ടിൽ പോകുന്നുണ്ട്, അവന്റെ സാഹചര്യം കാണുന്നുണ്ട്, അവിടെ നിന്നാണ് അവൾക്കൊരു മാറ്റം സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും അവൾക്കൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളതിനെ ഒരു ഒബ്വിയസ് ആക്കിയിട്ടില്ല. അവർ തമ്മിൽ ഉള്ളൊരു റിലേഷൻഷിപ്പിനെ നമ്മൾ ഒബ്വിയസ് ആക്കിയിട്ടില്ല. നല്ല പെർഫോമൻസ് ആയിരുന്നു. ലിജോന്റെ കഥാപാത്രങ്ങളൊക്കെ കാണുമ്പോൾ അമ്മയ്ക്ക് എനിക്ക് ആദ്യം വലിയ താല്പര്യമില്ലായിരുന്നു. അമ്മയ്ക്ക് ഓഡിഷൻ എന്ന് പറഞ്ഞ് ഞാൻ പോണെന്ന് പറഞ്ഞപ്പോ എന്ത് കണ്ടിട്ടാ പോകുന്നത്, അഭിനയിക്കാനറിയോ എന്നായിരുന്നു അമ്മയുടെ ആദ്യത്തെ റിയാക്ഷൻ. പിന്നെ ഈ കഥാപാത്രത്തിൽ കണ്ട് ലിജോന്റെ ഓരോരോ ഭാവങ്ങളും കാണുമ്പോൾ അമ്മ എന്താ പറയണത്? അമ്മ ഹാപ്പിയാണ്. എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് അഭിനയിച്ചാൽ കൊള്ളാമെന്നൊക്കെ ചെറിയ ആഗ്രഹം ഉണ്ടെന്ന് ചില സമയത്ത് തോന്നുന്നു. ഇല്ല, ഞാൻ ഇവിടെ എങ്ങനെയായിരുന്നു അതുപോലെ ഇല്ല, ഞാൻ അങ്ങനെ ഒരു രീതിക്ക്. ഞാൻ എൻ്റെ 6th തൊട്ട് +2 വരെ പീരുമേടാണ് കൂടുതൽ കാലം ജീവിച്ചിട്ടുള്ളത്. അമ്മ അവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ മരിയഗിരി EMHSS എന്ന് പറയുന്ന സ്കൂളിലാണ് എൻ്റെ +2 വരെയുള്ളൊരു സമയം. അവിടെ നിന്ന് ഞാൻ അങ്ങനെ സ്റ്റേജിൽ കയറിയിട്ടില്ല. എന്തെങ്കിലും മറ്റേ ഗ്രൂപ്പ് സോങ്ങിനോ അങ്ങനെ എന്തെങ്കിലും മറ്റേ ഹൗസ് തിരിച്ചുള്ള പരിപാടികൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനൊക്കെ കയറേണ്ട വരും. നമ്മുടെ ഗ്രൂപ്പിന് പോയിന്റ്സ് വേണമല്ലോ, അപ്പം അങ്ങനെയുള്ള പ്രോഗ്രാംസിന് മാത്രം കയറിയിട്ടുണ്ടെന്നല്ലാതെ വേറെ എനിക്ക് എഴുതാൻ ഇഷ്ടമാണ്. ഇഷ്ടമായിരുന്നു, ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പ്രിന്റ് ജേർണലിസം ആയിരുന്നു ആഗ്രഹിച്ചത്, പ്രിന്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് ചെയ്തതും ജയ്ഹിന്ദിൽ തന്നെയാണ്. സോ അങ്ങനെയാണ് ആ റെസ്യൂമെ ഇവിടെ എക്സാമിൻ്റെ സമയത്ത് എടുത്ത് അങ്ങനെയാണ് വരുന്നത്. പിന്നെ തീർച്ചയായിട്ടും ജോലി കിട്ടുമ്പോൾ ഡിഗ്രി കഴിഞ്ഞ ഉടനെ 20ാമത്തെ വയസ്സിൽ ജോലി കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ്.
തീർച്ചയായിട്ടും സിനിമയില് എഴുത്തിലേക്ക് തിരിയാൻ പ്ലാൻ ഉണ്ടോ? തമാശ അല്ലേ ഇല്ല. ഞാൻ അങ്ങനെ സ്റ്റോറി കഴിയുമ്പോൾ ചെയ്തൂടെ? ഒരു കഥാതിരക്ക് അതെ അതെ അത് ആദ്യം അല്ല, ആക്ച്വലി ഇത് ആദ്യം ഇല്ലെന്നേ പറയുള്ളൂ. ആദ്യം ഇല്ലെന്നേ പറയുള്ളൂ. ചേട്ടൻ നോട്ട് ചെയ്തു. അത് കഴിഞ്ഞ് വരും. ഈ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം അത് കാണാൻ പറ്റും. ഇല്ലെന്ന് ആദ്യം പറയുള്ളൂ. അതുകൊണ്ട് ആക്ച്വലി നിർബന്ധിക്കണം, നിങ്ങളൊക്കെ വളരെ കമ്പനി ആയതുകൊണ്ട്. കാരണം അയക്ക് എഴുതാൻ സാധിക്കും. ഇല്ല, എഴുതുക എന്ന് പറഞ്ഞാൽ ഒരു കഥ ആലോചിച്ച് എഴുതുക എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുത്ത് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ പറ്റുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലായിരുന്നില്ല അല്ലെ? അപ്പൊ അത് ചെയ്യാൻ പറ്റിയെങ്കിൽ പിന്നെ ഇതും ഇതൊക്കെ ചെയ്യാനാണ്. ചെയ്യാം. ചിലപ്പോ ഭാവിയിൽ സാധിക്കുന്നതാണ്. ആലോചിച്ച് നോക്കിയിട്ടില്ല, നമ്മളൊരു പക്ഷേ അതെ. സുപ്രഭാതത്തിൽ അതും കേൾക്കാം. അതെ, നിങ്ങൾ നിർബന്ധിക്കണം. നിർബന്ധിക്കണം. സിനിമയ്ക്ക് പുറമെ അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ മേഖലയാണ് ഇപ്പൊ താല്പര്യങ്ങൾ? എന്തൊക്കെയാണ്? വെറുതെ ഇരിക്കാനാണ് ഇഷ്ടം. കാരണം സിനിമ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മിക്കപ്പോഴും എങ്ങനെയാന്ന് വെച്ചാൽ ഒരു സിനിമ ആയിരിക്കില്ല, അറ്റ് എ ടൈം നമ്മൾ 2 സിനിമ അല്ലെങ്കിൽ ചിലപ്പോൾ 3 സിനിമകളൊക്കെ ആയിരിക്കും. നമ്മളിങ്ങനെ ഓടി ഓടി നടന്ന് ചെയ്തിട്ട് തീർച്ചയായിട്ടും ഒരു ബ്രേക്ക് കിട്ടുമ്പോൾ വീട്ടിൽ വന്ന് ആ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ അതിലങ്ങനെ ഇരിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കുക്ക് ചെയ്യുക, യെസ്, കുക്ക് ചെയ്യുക. അപ്പോഴേ ഉള്ളൂ റെസ്റ്റ് എടുക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു സമയം. കാരണം നമുക്ക് ഇവിടെ ഇത്രയും കാലം നമുക്ക് 12 hours അല്ല, അതിന് മേലെയാണ് നമുക്ക് നമ്മുടെ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അത് തന്നെ ഭയങ്കര ടയറിങ് ആണ്. അപ്പം അത് കഴിഞ്ഞ് ഒന്ന് വന്ന് റെസ്റ്റ് എടുക്കാനുള്ളൊരു സമയം. ഇതിനോടൊപ്പം കൊണ്ടുപോകാൻ തോന്നുന്നത് എന്തൊക്കെയാണ്? ഇപ്പം ചുമ്മാ ഇരിക്കുക എന്നുള്ളത് അത് ജീവിത രീതി തന്നെയാണ്. അതല്ലാതെ വായന, കുക്കിംഗ് ഇഷ്ടമാണ്. അപ്പം വീട്ടിൽ വരുമ്പോഴാണ് എല്ലാ ദിവസവും പ്രൊഡക്ഷൻ ഫുഡാണ് നമ്മൾ കഴിക്കുക. ഹോട്ടലുകളിലാണ് കൂടുതലും സ്റ്റേ ചെയ്യുക. അപ്പം അതിൽ നിന്നൊക്കെ ഒരു മാറ്റം. ചിലപ്പോൾ ഫാമിലി ആയിട്ട് പുറത്തു പോവുക, ഫാമിലി ആയിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. അതൊക്കെ ഉള്ളൂ ഒരു ക്വാളിറ്റി ടൈം ആയിട്ട്. പുറത്തു പോകുമ്പോൾ ആൾക്കാരൊക്കെ കണ്ട് ഇങ്ങനെ വന്ന് സംസാരിക്കാൻ അത് കൂടുതൽ സന്തോഷം തോന്നുന്നു. പറഞ്ഞതുപോലെ മീഡിയയിൽ നിന്നൊക്കെ ചെറിയ അങ്ങനെയല്ല. ഞാൻ എപ്പോഴും അങ്ങനെ, എനിക്ക് മുമ്പും ഈ പറയുന്ന ക്രൗഡ് എനിക്ക് എപ്പോഴും ഒരു ആങ്സൈറ്റി ഉള്ള കാര്യം. അപ്പോൾ അങ്ങനെ തിരിച്ചറിഞ്ഞ് വന്ന് സംസാരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെന്നല്ല, പക്ഷെ ഒരാൾ ശ്രദ്ധിച്ച് അത് പിന്നെ ബാക്കി കുറേ പേരുടെയും കൂടി ശ്രദ്ധ ക്ഷണിച്ചു വരുത്തി ഒരു ക്രൗഡ് ആകും എന്ന് കാണുമ്പം പേടിയാവും. അതേ ഉള്ളൂ. അല്ലെങ്കിൽ വരുന്നവരോട് തീർച്ചയായിട്ടും സംസാരിക്കും. ഫോട്ടോ എടുക്കണമെന്നാണെങ്കിൽ ഫോട്ടോ എടുക്കും, ടാറ്റ പറഞ്ഞു ഓടും. ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്ത കഥാപാത്രങ്ങൾ എന്തായാലും എല്ലാവരും അപ്രീസിയേഷൻ നൽകിയിരിക്കും. വീട്ടിലായാലും സുഹൃത്തുക്കളുടെ ഇടയിലായാലും ഒക്കെ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്നവരാ ഹസ്ബൻഡ്. കഥാപാത്രങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കേൾക്കുന്ന കഥകൾ അരുണുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ പക്ഷേ തീർച്ചയായിട്ടും അപ്പോൾ അരുണിന് തോന്നുന്നത് ചിലപ്പോൾ ഞാൻ ചിന്തിക്കാത്ത എന്തെങ്കിലുമൊക്കെ അരുൺ പറയാറുണ്ട്, ഫീഡ്ബാക്ക് ആയിട്ട് തരും. തീർച്ചയായിട്ടും പെർഫോമൻസുകൾ ഓരോ സിനിമയും കഴിഞ്ഞിട്ട് ഏറ്റവും നന്നായിട്ട് ഏറ്റവും ഹാർഷായിട്ട് മുഖത്ത് നോക്കി പറയുന്നത് അരുണായിരിക്കും. അരുൺ ഒരുമിച്ച് പഠിച്ചതാണല്ലേ? അല്ല, എൻ്റെ സീനിയർ ആയിരുന്നു. യൂണിവേഴ്സിറ്റിയിലാണ്. ഞങ്ങൾ രണ്ടുപേരും 2 ഡിപ്പാർട്ട്മെൻ്റാണ്. പൊതുവെ കല്യാണം കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് വരുന്ന അല്ലെങ്കിൽ സിനിമയിൽ സജീവമാകുന്ന ആളുകൾ വളരെ കുറവാണ് അല്ലേ? പക്ഷെ ഒരു കാലം വരെ സിനിമകൾ അങ്ങനെ കിട്ടുകയും ചെയ്യാതിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അല്ല, ഇത് ആരാണ് അറിയുന്നത്? ലിജോ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് തന്നെ പലർക്കും അറിയാം. എനിക്ക് തോന്നുന്നു ഇല്ല, അത് കുറെ പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കല്യാണം എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞതാണോ? ഞാൻ അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് കോവിഡിന്റെ സമയത്തൊക്കെ ആയിരുന്നു കല്യാണം, അതുകൊണ്ടാണോ എന്താന്ന് അറിയില്ല. ഒരുപാട് പേര് അറിഞ്ഞിട്ടില്ല. അത് പഴയ മഹേഷിന്റെ പ്രതികാരത്തിലെ ആ ഇമേജ് നിൽക്കുന്നത് കൊണ്ടാണ്. ആ ഒരു ഇമേജാണ്. എത്ര 10 വർഷം കഴിഞ്ഞു. ഇടുക്കിയിലെ ആ ഇമേജ് പിന്തുടർന്നോ? അതായത് വീണ്ടും വന്നോ? അങ്ങനെ തീർച്ചയായിട്ടും ഇടുക്കിയിലെ പെൺകുട്ടി എന്നുള്ള ഇമേജ് ഇപ്പോഴും എനിക്ക് തോന്നുന്നു മറ്റേ ഇടുക്കി എന്നുള്ള സാധനം അതിപ്പോഴും ഞാൻ കേൾക്കാറുണ്ട് ഒരുപാട്. എനിക്ക് തോന്നുന്നു ഈ പ്രൊമോഷൻസിന്റെ ഒക്കെ സമയത്ത് ഈ മറ്റേ ഓൺലൈൻ മീഡിയ അവരൊക്കെ കൊടുക്കുന്ന ക്യാപ്ഷൻ തന്നെ അങ്ങനെയായിരിക്കും. അങ്ങനെയാണ്. അത് ബ്രേക്ക് ചെയ്യാൻ ഞാനൊരു ചെറിയ ഗ്യാപ്പ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മഹേഷിന്റെ പ്രതികാരം, കട്ടപ്പന ഹൃതിക് റോഷൻ രണ്ടും ഇടുക്കി എന്നുള്ളത്. പക്ഷെ അത് രണ്ടും 2 തരം ക്യാരക്ടേഴ്സാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടും അടുപ്പിച്ച് എനിക്ക് കുറേ ക്യാരക്ടേഴ്സ് ഈ പറയുന്ന എന്തെങ്കിലും ക്യാരക്ടർ സിനിമയൊക്കെ വേറെ, കഥ വേറെ ആയിരിക്കും, കഥാപാത്രവും വേറെ തന്നെ ആയിരിക്കും, പക്ഷെ അതിന് എന്തെങ്കിലും ഒരു ഇടുക്കി കണക്ഷൻ ആ ഒരു ക്യാരക്ടറിന് കാണും. അപ്പം അങ്ങനെ വീണ്ടും സിനിമകൾ വന്നപ്പോൾ ഞാൻ ബോധപൂർവം ചെയ്യാതെ ഇരുന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രിയിൽ രസകരമായിട്ടുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രിയിൽ ലിജു പണ്ട് ഈ മെതിയടി ചെരുപ്പ് സ്ഥിരം ഉപയോഗിക്കുന്നു. അപ്പോൾ
2 കളറൊക്കെ ഇടുക. അതെ. ഒരു രണ്ട് കാലിൽ ഒരു കാലിൽ രണ്ട് കളർ, colour. മറ്റേ കാലിൽ വേറൊരു കളർ. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എന്താ ഇത് മാറിപ്പോയതാണോ? അവരല്ല ചേച്ചി ഇത് ഇങ്ങനെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. ചേച്ചി എവിടുന്നാ കിട്ടുക? ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലേ? മെതിയുടെ ഞാൻ ചെരുപ്പിന്റെ ഭയങ്കര പോണ്ടിച്ചേരിയിൽ പഠിക്കുന്ന സമയത്തും ഞങ്ങള് റൂംമേറ്റ്സ് ഞങ്ങൾ 3 പേരുണ്ട്. ഞങ്ങൾ 3 പേർക്കും ഞാനത് വാങ്ങിയിട്ടുണ്ട് അതേപോലെ 3. അല്ല, ഒരു കാലിൽ ഒരു കളർ, മറ്റേ കാലിൽ വേറൊരു കളർ, അങ്ങനെ ഇട്ടിട്ട് ഒരു ആ സമയത്ത് അതൊരു ട്രെൻഡ് ഒന്നും അല്ല. ആയിരുന്നു. കാരണം മെതിയടി എനിക്ക് തോന്നുന്നു ആ സമയത്ത് എന്ന് എസ്റ്റാബ്ലിഷ് ആയി വന്നിട്ടേ ഉള്ള ആ ഒരു ബ്രാൻഡ്. അത്രേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് 1:30 ആ ഒരു മീറ്റിംഗ്, ആ മീറ്റിങ്ങിലുള്ള ഞങ്ങളുടെ ഒരു ടെൻഷൻ, ആ പ്രശ്നങ്ങൾ. അപ്പൊ ലിജോ പ്രൊഡ്യൂസർ ആയിരിക്കും. അന്ന് ഈ നമുക്കിപ്പോൾ ഉള്ള സിസ്റ്റം അല്ല, ഫുൾ ടൈം എല്ലാ ന്യൂസിനും ഒരു പ്രൊഡ്യൂസർ ആയിരിക്കും. ഇപ്പൊ അങ്ങനെയല്ല, അല്ല, ഓരോ ഭാഗ്യം ചെയ്ത് ഓണത്തിന്റെ ഒക്കെ നല്ല രസകരമായിട്ട് പോയ പൂളിയൊക്കെ ഇങ്ങനെ ഉറർന്നു നിൽക്കുന്ന ഒരു സമയത്താണ് നമുക്ക് ലിജോ മോളെ അതിഥിയായി കിട്ടിയത് അല്ലേ. ഓണത്തിന്റെ ഒരുപാട് ഓർമ്മകളൊക്കെ ഉണ്ട്, ആരായാലും ഉണ്ടാവും. സിനിമ സെറ്റിലുള്ള ഓർമ്മകളുണ്ടാവും, കുടുംബത്തിലുള്ള ഓർമ്മകളുണ്ടാവും. സിനിമ സെറ്റിൽ ഓണം ആഘോഷിച്ചിട്ടുണ്ടോ? ഉണ്ട്. പ്രത്യേകിച്ച് അങ്ങനെയില്ല. പൂക്കളം പ്രൊഡക്ഷനിലെ ആരെങ്കിലും പൂക്കളം ഇട്ട് നമ്മൾ കാണും, ഫോട്ടോ എടുക്കുന്നു. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച്, സദ്യ ഉണ്ടാവും. അതല്ലാതെ ബാക്കി ഒരു നോർമൽ ഷൂട്ട് തന്നെ, വേറെ ഒരു മാറ്റവും ഒന്നുമില്ല. ഈ വർഷത്തെ ഈ ഓണവും കുടുംബത്തോടൊപ്പം തന്നെയാണ്, ഞങ്ങളോടൊപ്പം. അതാ, ജയ്ഹിന്ദ് കുടുംബത്തോടൊപ്പം ഉണ്ട്. എന്തായാലും ഒരു സ്പെഷ്യാലിറ്റിയാണ്, കാരണം ഒരു ജയ്ഹിന്ദ് കുടുംബത്തോടൊപ്പം അതൊരു സന്തോഷം നൽകുന്നില്ല. തീർച്ചയായും. എനിക്ക് 12 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ, അല്ലാതെ പോലും ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോലും ഞാൻ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല, ഒരു ഇന്റർവ്യൂസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല നമ്മുടെ. ഞാൻ പൊതുവെ അതാ ഇന്റർവ്യൂസ് കൊടുക്കുന്നതേ കുറവാണ്. ഇപ്രാവശ്യം എനിക്ക് തോന്നി ബാലേട്ടൻ വിളിച്ചപ്പോ തീർച്ചയായിട്ടും ഇതൊരു ഓണമോ ഫാമിലിയുടെ കൂടെ ഒരു റീയൂണിയൻ പോലെ വരാം എന്ന് തോന്നി. പിന്നെ കുറെ ലിജോ അന്ന് ഉണ്ടായിരുന്നത് പോലുള്ള കുറെ ആൾക്കാരെ ഇവിടെ കാണാൻ പറ്റി. ഞാൻ ഇത്രയും പേരും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു എനിക്കറിയുന്ന ആരും ഉണ്ട്, അശ്വിനീച്ച് ഉണ്ടെന്ന് മാത്രം പറഞ്ഞു, വേറെ ആരുടെയും പേരൊന്നും അങ്ങനെ പറഞ്ഞില്ല. പിന്നെ എബിച്ചേട്ടൻ, റൈച്ചേട്ടൻ, അങ്ങനെ അവരെ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പം ബിനിച്ചേട്ടനൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവിടെ വന്നിട്ട് ജോയിച്ചേട്ടൻ, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വളരെയധികം സന്തോഷം, പ്രത്യേകിച്ച് ലിജോ മോളെ ഈ ഓണദിനത്തിൽ നമ്മോടൊപ്പം അതിഥിയല്ല, നമ്മുടെ ആള് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ID കാർഡ് ഇപ്പോഴും കാണുമ്പോഴും, പ്രത്യേകിച്ചും ലിജോ ആ ID കാർഡിൽ ഒരു വ്യത്യാസം ഇപ്പോഴും വന്നിട്ടില്ല കേട്ടോ. സാധാരണ ഒരു സ്ഥാപനത്തിൽ കുറെ നാൾ കഴിയുമ്പോൾ ഐഡിയുടെ രൂപത്തിലും മാറ്റം വരും, ഇപ്പോഴും സെയിം കളറും പാറ്റേണും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ തരത്തിൽ തന്നെയാണ്. അപ്പോൾ ആ പഴയ ഫോട്ടോയെ കണ്ടപ്പോൾ ഭയങ്കര രസകരമായി തോന്നി. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ വലിയൊരു താരമായി നമ്മുടെ മുന്നിൽ നമ്മുടെ തന്നെ ഒരു കുട്ടി, നമ്മുടെ ജയ്ഹിന്ദ് കുടുംബാംഗം ഇപ്പോഴും ജയ്ഹിന്ദ് കുടുംബാംഗം തന്നെയാണ്. അപ്പോൾ എന്താണ് ജയ്ഹിന്ദിന്റെ ഒരു സ്റ്റാഫ് ആയിരുന്നല്ലോ, ഇപ്പോഴും ആണ്. ഞങ്ങൾ പറ്റിയാൽ ഏതെങ്കിലും ഒരു സമയത്ത് വിളിച്ച് വാർത്തയും വായിക്കും. കുട്ടികളുടെ വാർത്ത വേണമെങ്കിൽ ഒരു ദിവസം ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യാം. അന്നത്തെ ക്യാമറമാര് സന്തോഷവും സജിത്തും ഒക്കെ ഇപ്പോഴും ഈ ഇന്റർവ്യൂ എടുക്കുമ്പോഴും ക്യാമറ നമ്മുടെ പിന്നിലുണ്ട്. അതെ ഉണ്ട്, പരിചയമുള്ള ഒരുപാട് മുഖങ്ങളുണ്ട്. എന്താണ് ജയ്ഹിന്ദിന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്? എന്താണ്, എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഓണാശംസകൾ.